CJ, HOD department. Morning. We are on behalf of Institutional Innovation Council, we are celebrating IPR Day. IPR Day is actually, as Namita ma'am have informed, it is on 26th, and due to election we have rescheduled, preponed it today, and we are celebrating IPR Day. And first I'd like to thank our principal for organizing this program, and our general secretary, principal, vice principal, faculty, students, everyone. I welcome you all for this program, and now I am going to introduce the resource person, Ms. Ananya Regu. She is a junior IP attorney, Putran and Associates, intellectual property attorneys, and she has experience in practicing law at Thrissur District Court and Additional District Court, Kuda, and she had 1 year of experience in intellectual property practice. She is associated with Putran and in IPR portfolio management, securing domestic and international rights in trademarks, patents, copyrights, industrial designs and geographical indications, advises clients on carrying out trademark clearance searches, patent searches, intellectual property enforcement and domain name misuse, and she is here for guiding us what is IPR. Do you know what is IPR and what is the purpose? So she is here to guide you. Welcome, ma'am. Am I audible? Am I audible? Thank you for I come from Putran and Associates. ഞങ്ങൾ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് മാത്രം ഡീൽ ചെയ്യുന്ന ലോയേഴ്സാണ്, ലോ ഫേം ആണ്. നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് ചെന്നൈയിലാണ്. വി ഹാവ് ബ്രാഞ്ചസ് ഇൻ ട്രിവാൻഡ്രം, കൊച്ചി ആൻഡ് office. All right. I'm here as a part of your IP Day celebration, which is tomorrow, right? English, so let's start with what innovation is. Can anybody tell me what innovation? Correct. Thomas Alva Edison. Very good. പുള്ളിയുടെ ഇൻവെൻഷൻ എന്തായിരുന്നു? യെസ്. ആൻഡ് താഴെയുള്ള കാണുന്നുണ്ടോ? ഇത് ഈ പോഡിയം ഒന്ന് നീക്കി.
ബ്രദേഴ്സ് ആണ് ഉള്ളത്. അവരുടെ ഇൻവെൻഷൻ എന്താണ്? ഫ്ലൈങ് മെഷീൻ അവരുടെ ഇന്നോവേഷൻ. അപ്പം അതിൽ അവരുടെ പേറ്റന്റ് എടുത്ത ആ പേപ്പറാണ് കാണുന്നത്. ഇത് 1880 തോമസ് ആൽവ എഡിസൺ 1880 അത്രയും പണ്ട് തൊട്ടേ നമുക്ക് പേറ്റന്റ് ഉണ്ട്. പേറ്റന്റ് താഴെ ഫ്ലൈങ് മെഷീൻ്റെ അടുത്ത് 1906 എടുത്തതാണ്. കണ്ടോ? Do you know what he patented? Walt Disney. ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ അല്ലേ എല്ലാവരും. ഇപ്പോൾ ഒരു കറണ്ട് ട്രെൻഡ് ഉണ്ട്, ഈ മറ്റേ പേപ്പേഴ്സിൽ നിറയെ നമ്മൾ ആനിമേഷൻ വരച്ച് സ്പീഡിൽ മറയ്ക്കുമ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്റ്റോറി, റൈറ്റ്? അപ്പം ആ ഇൻവെൻഷൻ അതാണ് ആനിമേഷൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നത്. അപ്പം ആ ഒരു ഇൻവെൻഷൻ പേറ്റന്റ് ജാക്സന്റെ ഈ ആക്ടിന്റെ പേര് അറിയോ നിങ്ങൾക്ക്? ഏരിയയിൽ ചെന്ന് നിന്നിട്ട് ഈ ആക്ട് പെർഫോം ചെയ്യും. ഡോറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേറൊരു ലോക്കും ഉണ്ടാവും. അപ്പം ഒരു പെർട്ടിക്കുലർ സ്റ്റേജിന് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇത് പേറ്റന്റ് ചെയ്തത് മൈക്കൽ ജാക്സൺ, ഇത് കണ്ടുപിടിച്ചതും പേറ്റന്റ് ചെയ്തതൊക്കെ മൈക്കൽ ജാക്സൺ തന്നെയാണ്. What is innovation? Innovation is taking something that is existing and transform. Already taking something new, or if you are on the way to create something new, you are an innovator, right? ആരെങ്കിലും ഉണ്ടോ ഇന്നോവേറ്റ് ചെയ്യുന്ന? ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച്? ഇല്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഫൈൻ. Have to think outside the box. Be new or improvement, it doesn't matter, but all illale. Oh, can we do anything about it? ഇമേജ് എന്താ? സേഫ്റ്റി പിൻ ഒരു ഇന്നോവേഷൻ ആണ്, ഒരു ഇൻവെൻഷൻ ആണ്. അതൊരു ഭയങ്കര വലിയ ടെക്നോളജിയാണോ? അത് വൺ വീൽ, ഒരു ചെറിയ ഒരു മരക്കഷ്ണം എടുത്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് തുടങ്ങിയതാണ്. ഇത് സി വാട്ട് ഇസ് നൗ കോൾഡ് അല്ലെങ്കിൽ ടയർ ഓഫ് വെഹിക്കിൾസ് ദാറ്റ് ഇസ് ഓൺ ദ റോഡ്സ്, റൈറ്റ്? അതും ഇൻവെൻഷൻ ആണ്. അപ്പം ബിഗ് ഓർ ഇൻവെൻഷൻ ക്യാൻ ബി ബിഗ് ഓർ സ്മോൾ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ന്യൂ ഓർ an improvement to already that is something existing. Okay, idea, right? അപ്പോൾ ഇട്ടോ മൂന്ന് സ്റ്റെപ്സ് ആണ്: ഐഡിയേറ്റ്, ക്രിയേറ്റ് ആൻഡ് വാലിഡേറ്റ്. ഐഡിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? one fine day an idea was born. നമുക്കൊരു ഐഡിയ തോന്നുകയാണ്, ആൻഡ് അതർ ഗ്രേറ്റ് മൈൻഡ്സ് ലൈക്ക് ദാറ്റ് ഐഡിയ. നിങ്ങൾ അത് ഷെയർ ചെയ്യും, ഐഡിയ ഷെയർ ചെയ്യില്ലേ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം വേവ് ലെങ്ത് ഉള്ള നിങ്ങളുടെ ഐഡിയ മനസ്സിലാവുന്ന ഒരാളായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യും ഇല്ലേ?
അപ്പോൾ ദാറ്റ് ഇസ് ഐഡിയ വന്നു, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അങ്ങനെ ഇരുന്നാൽ മതി. എക്സ്പെരിമെന്റ് ചെയ്യണം നിങ്ങൾ. അത് ഇറ്റ് ഹാസ് ടു ബി ടോസ്ഡ് അറൗണ്ട്, ഇറ്റ് ഹാസ് ടു ബി എക്സ്പെരിമെന്റഡ് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി മെറ്റീരിയലൈസ്ഡ്. എന്നിട്ട് അതിനെ ഒരു എങ്കിൽ മാത്രമേ നമുക്ക് അത് ഒരു it has to be materialized into a use. How do you make money out of it? Test ചെയ്ത് അത് അപ്രൂവ് ചെയ്യണം നമ്മുടെ ഐഡിയ. എന്നിട്ട് it has to make sense. It has to make sense to them. People who are using it, people who are testing it, and people who approve it. That is, and all of this together makes innovation. And it all starts with, again, idea. So what is your idea? That is what makes all the difference. All right. Ideate, create, and validate. So, ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം അല്ലേ. ഐ പി ആർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെഷൻ എടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന IPR എന്തൊക്കെയാണ്? I heard that you all know about something about IPR from what Madam said just now. So what is your idea of an IPR? Intellectual property right എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ ഒന്നും കഴിച്ചില്ലേ? What is your idea of intellectual property right? Property എന്തൊക്കെ ടൈപ്സ് ഉണ്ട്? Podium is a movable property. Immovable property. A land is an immovable property. So intellectual property is based കലയിൽ നിന്ന് വരുന്ന ഒരു പ്രോഡക്റ്റ് അത് കാണാൻ പറ്റുമോ? Intangible property cannot be seen or it cannot be touched, but it can be materialized. It can be converted into a material form so that it becomes useful. The slide. What is IP? It is an intangible asset. It is a creation of mind. നിങ്ങൾ സ്ക്രീൻ നോക്കിയെങ്കിലും ഒന്ന് വായിക്കൂ. It is also a business asset. നിങ്ങൾ ആരൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്? കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ആർക്കും പ്ലാൻ കഴിഞ്ഞിട്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ളത് അത് നിങ്ങൾക്ക്
നമ്മൾ സെഷൻ മുന്നോട്ട് പോകുന്നതോളം നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ക്രിയേറ്ററിന് വാല്യൂബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദിസ് മെയിൻറ്റെയിൻ, അപ്ഗ്രേഡഡ്, പ്രൊട്ടക്റ്റഡ് ആൻഡ് യൂസ് ടു റിയലൈസ് ദ വാല്യൂ. ഇവിടെയാണ് ഞങ്ങളുടെ റോള്. ഏത് ഇറ്റ് ഹാസ് ടു ബി ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾ, മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങൾ, അപ്ഗ്രേഡ് ചെയ്യുന്നത് നിങ്ങൾ, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്ഥലത്താണ് we come into place. That is where we help you in acquiring rights to that. Types of intellectual property ആണെന്ന് അറിയോ നിങ്ങൾക്ക്? Trademark, industrial designs, patents, copyright, geographical indications. ഇതൊക്കെയാണ് intellectual property. വേറൊരു പേരല്ല പേറ്റൻസ്, അതൊരു ജനറൽ റിവ്യൂ ആണ്. നമ്മൾ അത് അങ്ങനെയാണ് നമ്മൾ പേറ്റന്റ് എടുക്കുക. ഇപ്പം മ്യൂസിക് ആണെങ്കിലും നമ്മൾ പേറ്റന്റ് എടുക്കുക എന്നാ പറയുന്നത് അല്ല. എല്ലാത്തിനും അതിൻ്റെ എവ്രിതിങ് ഇസ് ഡിഫറെൻറ്റ്. ട്രേഡ് മാർക്ക് ഇസ് ഡിഫറെൻറ്റ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഇസ് ഡിഫറെൻറ്റ്, patents are different, copyright is different, geographical indication is different. This all comes under their laws, govern the rights under these intellectual properties. All right. എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ട്രേഡ് മാർക്ക് ബേസിക്കലി it is slogan or anything that represents a company. നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ട്രേഡ് മാർക്ക് കണ്ടാൽ മനസ്സിലാവും this originates particular company. ഇതിന്റെയാണ് ഏതാ വേർഡ് മാർക്കാണ് അല്ലേ? പിന്നെയോ നൈക്കിയുടെ ടിക് സിമ്പിൾ, ജസ്റ്റ് ഡു ഇറ്റ് ഇസ് their സ്ലോഗൻ. മറ്റേത് സിമ്പിൾ ആണ്, അവരുടെ ലോഗോ ആണ് അവരുടെ. അതും ബെൻസ്, എക്സാക്ട്ലി. അപ്പൊ അതും ഒരു ബെൻസിന്റെ ലോഗോ ആണ്. താഴെ കാഡ്ബറിയുടെ that makes you understand that this belongs to a ട്രേഡ് മാർക്ക് നോക്കിയിട്ടല്ലേ മേടിക്കുക. ട്രേഡ് മാർക്സ് എന്ന് പറയുന്നത് പ്രോഡക്ട്സിന് മാത്രമല്ല, സർവീസസിനും മാർക്സ് ഉണ്ട്. അതാണ് നിങ്ങൾ Amazon.com, അതൊക്കെ സർവീസ് ഡെലിവറി പാർട്ട്നേഴ്സ് ഉണ്ട് അതിൻ്റെ. അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി, അവരുടെയൊക്കെ ട്രേഡ് മാർക്സ് ആണ് ഇത്. ഐ ഹോപ്പ് യു ആർ ഏബിൾ ടു ഐഡന്റിഫൈ ഓൾ ദിസ് ട്രേഡ് മാർക്സ്. അപ്പോൾ ദിസ് കംസ് അണ്ടർ സർവീസ് മാർക്ക്, വിച്ച് ഓൾസോ ട്രേഡ് മാർക്കിൽ പ്രോഡക്റ്റ് മാർക്ക് ഉണ്ട്, സർവീസ് മാർക്ക് ഉണ്ട്, ആൻഡ് ദെൻ group of persons belonging to a particular group അല്ലെങ്കിൽ belonging to a particular association. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലയൺസ് ക്ലബിൻ്റെ മെമ്പേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളാണ്. യു സീൻ ഡോക്ടേഴ്സ് യൂസിങ് ദെയർ ദാറ്റ് ലോഗോ ഓൺ ദെയർ കാർസ്, റൈറ്റ്? അത് ആ ഡോക്ടേഴ്സ് ആ ഒരു സിമ്പിളാണ്. ദേ ആർ പാർട്ട് ഓഫ് CS. ഇതൊക്കെ കളക്റ്റീവ് മാർക്സിന്റെ എക്സാമ്പിൾ. സർട്ടിഫിക്കറ്റ് എക്സാമ്പിൾ അറിയോ? ISI, somebody said that, right? Yes, ISI. നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സർവീസ് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി, ഒരു പെർട്ടിക്കുലർ പ്രീഡിറ്റർമൈൻ സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി ചെക്ക് പാസ് ആയി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന മാർക്കാണ് എന്ത്? സർട്ടിഫിക്കേഷൻ മാർക്ക്. സോ ദാറ്റ് source of a product or originates, right? And assures quality. അതെങ്ങനെ assures quality എന്ന് പറയാൻ പറ്റുന്നത്? മേടിച്ചു
നൈക്കിയുടെ ഒരു ഷൂ മേടിച്ചിട്ട് നൈക്കി അടുത്ത പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നൈക്കിയിൽ ഒരു വിശ്വാസമുണ്ട്, നൈക്കിയുടെ ക്വാളിറ്റിയിൽ ഒരു വിശ്വാസമുണ്ട്. അങ്ങനെയുള്ള വിശ്വാസമുള്ളത് കൊണ്ട് മേടിക്കുള്ളൂ. സിമ്പിൾ എക്സാമ്പിൾ പറയാൻ വേറെ ഒരു കറി മസാല ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ അവർക്കും ഇഷ്ടമായി. അപ്പോൾ അവർ അടുത്ത പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു, വേറെ ഒരു കറി പൗഡർ അവർ ലോഞ്ച് ചെയ്തു. വൈ വിൽ യു ഗോ ആൻഡ് ബൈ ദാറ്റ് പ്രോഡക്റ്റ്? ഷോസ് ക്വാളിറ്റി, ദെൻ ബിസിനസ് ഗുഡ് വിൽ. ഇൻ ടേൺ അവർക്ക് കിട്ടുന്നത് എന്താണ്? അവരുടെ കൂടെ ഇൻക്രീസ് ചെയ്യാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം വാട്ട് ഹാപ്പൻസ്? ആൻഡ് അവെയർനെസ്. നൈക്കി എന്ന് പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ആ ഒരു നിങ്ങൾ കമ്പനീനേക്കാളും നിങ്ങൾ കൂടുതൽ ഓർക്കുന്നത് അതായത് നിങ്ങളെ കമ്പനിയുടെ പേരാണോ നിങ്ങൾ ഓർക്കുക? നിങ്ങൾ ഓർക്കുക. എത്ര പേര് എല്ലാ നൂഡിൽസിനെയും മാഗി എന്ന് പറയുന്നവരുണ്ട്? അത് അവർ ക്രിയേറ്റ് ചെയ്ത അവരുടെ സക്സസ് ആണ്. അത് ആ ഒരു ബ്രാൻഡ് അവയർനെസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതൊരു ജനറിക്കായി മാറി. നിങ്ങൾ നൂഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗി, വിപ്പി ആണെങ്കിലും മാഗി, സാധാരണ ഹുക്കീൻ ആണെങ്കിലും മാഗി, എല്ലാം മാഗിയാണ് നമുക്ക്, അല്ലേ? നമ്മൾ ഈ ട്രേഡ് മാർക്ക് നമുക്ക് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആ ട്രേഡ് മാർക്ക് എടുത്ത് നമ്മൾ ഒരു ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. യു ഹാവ് ടു രജിസ്റ്റർ ദ ട്രേഡ് മാർക്ക്. So the first step to register the trademark is to apply for it. Apply നമുക്ക് ഓഫീസസ് ഉള്ളത് ചെന്നൈയിലുണ്ട്, ഡൽഹിയിലുണ്ട്, അഹമ്മദാബാദ് ഉണ്ട്, കൊൽക്കട്ടയുണ്ട്, മുംബൈ ഉണ്ട്. ഇത്രയും ഓഫീസസ് ആണ് നമുക്കുള്ളത് ഇന്ത്യയിൽ. അപ്പോൾ ഈ ഓഫീസസിലാണ് നമുക്ക് ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ത്രൂ അറ്റോർണീസ് നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പറ്റും. അഥവാ ഫിസിക്കലായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ടു ഫയൽ ഇറ്റ്. വൺസ് നിങ്ങൾ നിങ്ങൾ ട്രേഡ് മാർക്സിന്റെ അടുത്ത് അതെന്താന്ന് പറയോ? വൺസ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കാണ് യൂസ് ചെയ്യുക രജിസ്ട്രേഷൻ വരെ. അതായത് ഇറ്റ് ഹാസ് ബീൻ അപ്ലൈഡ് ഫോർ രജിസ്ട്രേഷൻ. ഇറ്റ് ഇസ് നോട്ട് രജിസ്റ്റേർഡ് ബട്ട് ഇറ്റ് ഹാസ് ബീൻ രജിസ്ട്രേഷൻ. സോ അപ്പം യൂസ് ചെയ്യുന്ന മാർക്കാണ് ദിസ് ഹാസ് ടു ഗോ ത്രൂ എ ലോട്ട് ഓഫ് പ്രോസസ്. ഞാൻ ഒരു പ്രോഡക്റ്റ് എക്സാമ്പിൾ ഒരു പേര് പറഞ്ഞാൽ നിങ്ങൾ റാൻഡം ഒരു ബ്രാൻഡ് നെയിം പറയും. പറ പ്ലീസ്. അഡിഡാസ്. അപ്പം നിങ്ങൾ ഇൻവെന്റ് ചെയ്ത ഒരു പേരാണ് അഡിഡാസ് എന്ന് വിചാരിക്കാം. അപ്പോൾ യു ആർ കമ്മിങ് ടു മീ ടു ഫയൽ എ ആപ്ലിക്കേഷൻ ഫോർ ദാറ്റ്. ബട്ട് വാട്ട് ഐ വിൽ ഡു ഇസ് ഞാൻ ട്രേഡ് മാർക്കിൻ്റെ ഡേറ്റാബേസിൽ, അതായത് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത ഡേറ്റാബേസിൽ അഡിഡാസ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും വേറെ പ്രൊപ്പറേറ്റേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ആ രജിസ്റ്റർ ചെയ്ത പ്രൊപ്പറേറ്റേഴ്സ് ഏത് ക്ലാസ്സിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നോക്കും. നമുക്ക് 35 ക്ലാസ്സസ്, സോറി നമുക്ക് 42 ക്ലാസ്സസ് ആണ് നമുക്ക് 34 വരെ ഗുഡ്സും 35 തൊട്ടിട്ട് സർവീസസും ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ നിങ്ങൾ ഷൂ ആണ് നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്കിൽ ഷൂ ഫോളോ ചെയ്യുന്ന ഏത് ക്ലാസ് ആണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് ഞാൻ ട്രേഡ് മാർക്ക് രജിസ്ട്രിയുടെ ഡേറ്റാബേസിൽ പോയി ഞാൻ സെർച്ച് ചെയ്യും ഏതെങ്കിലും ഐഡൻറ്റിക്കൽ മാർക്ക് ഉണ്ടോ, നമ്മളെക്കാളും മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. There is no trademark that has been registered or applied for registration. I'll tell you, you are safe to go forward to file this. പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമോ ഇതിന് സ്കോപ്പ് ഇല്ല, ദിസ് വിൽ ബി ഒബ്ജക്റ്റഡ്, ദിസ് വിൽ ബി റെഫ്യൂസ്ഡ് ബൈ ദ രജിസ്ട്രി. അതല്ല, ഇതൊരു യുണീക്ക് മാർക്കാണ്, ആർബിട്രറി മാർക്കാണെങ്കിൽ വിൽ ഗോ ഫോർവേഡ്, ഫയൽ ഇറ്റ് ആൻഡ് ട്രേഡ് മാർക്ക് രജിസ്ട്രി നമ്മുടെ ആപ്ലിക്കേഷൻ എടുത്ത് എക്സാമിൻ ചെയ്യും. എക്സാമിൻ ചെയ്തിട്ട് ട്രേഡ് മാർക്ക് രജിസ്ട്രി ഒരു എക്സാമിനേഷൻ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യും. എന്നിട്ട് എക്സാമിനേഷൻ റിപ്പോർട്ടിൽ ചിലപ്പോൾ ചെറുതായിട്ടൊരു ക്ലോസ്ലി സിമിലർ മാർക്കൊക്കെ ട്രേഡ് മാർക്ക് രജിസ്ട്രി സൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സെക്ഷൻ 9, സെക്ഷൻ 11 ഒബ്ജെക്ഷൻസ് ആണ് യൂഷ്വലി വരും. സെക്ഷൻ 9 ഒബ്ജെക്ഷൻസ് എന്ന് പറയുന്നത് ഒരു ട്രേഡ് മാർക്ക് എപ്പോഴും ആർബിട്രറി ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി സംതിങ് വെരി ജനറിക്. ആ ഒരു പെർട്ടിക്കുലർ ഗുഡിനെ ഡിസ്ക്രൈബ് ചെയ്യണ ഗുഡ്സ്. ചെയറിന് പോയി ഞാൻ ചെയർ പ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് ഞാൻ എൻ്റെ ട്രേഡ് മാർക്ക് ചെയറാന്ന് പറഞ്ഞു പോയി ട്രേഡ് മാർക്ക് രജിസ്ട്രി പറയും ദറ്റ്സ് ഡിസ്ക്രിപ്റ്റീവ് ഓഫ് ദ ഗുഡ്സ് യു ആർ ക്ലെയിമിംഗ്. സോ ദിസ് ഇസ് നോട്ട്, it is not
ദിസ് ഇസ് നോട്ട് കേപ്പബിൾ ഓഫ് പ്രൊസീഡിങ് ടു രജിസ്ട്രേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള റിപ്ലൈ ഫയൽ ചെയ്യും. വൈ നമ്മളുടെ അഡിഡാസ് എന്തുകൊണ്ടാണ് നമ്മുടെ അഡിഡാസ് ആർബിട്രറി ആയത്, അതെങ്ങനെയാണ് നമ്മളത് കോയിൻ ചെയ്തത്, അതിനൊരു ഡിക്ഷണറി മീനിങ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു റിപ്ലൈ വെക്കും. എന്നിട്ട് അതിൽ സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ട്രേഡ് മാർക്ക് രജിസ്ട്രി ആ ട്രേഡ് മാർക്ക് ആക്സെപ്റ്റ് ചെയ്യും. അത് സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ ഒരു ഹിയറിങ്ങിന് വെക്കും, 2 ഹിയറിങ്ങിന് വെക്കും. അങ്ങനെ ഹിയറിങ്ങിന് സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും, ഹിയറിംഗ് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. ആക്സെപ്റ്റ് ചെയ്ത് അഡ്വർടൈസ് ചെയ്യും. അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പാർട്ടിക്ക് ഒപ്പോസ് ചെയ്യാം മാർക്സ്. തേർഡ് പാർട്ടീസ് ഒപ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ ഒപ്പോസിഷനായി യൂഷ്വൽ ഒരു സൂട്ട് ഫോർ ഇൻഫ്രിഞ്ച്മെന്റ് പോലെ ഒരു കോടതി പോലെ നമ്മൾ ആദ്യം അവർ നോട്ടീസ് ഓഫ് ഒപ്പോസിഷൻ ഫയൽ ചെയ്യുന്നു, നമ്മൾ അതിന് കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുന്നു. അങ്ങനെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഇഫ് ദ രജിസ്ട്രി ഫീൽസ് ദാറ്റ് നമ്മളുടെ മാർക്ക് ഇസ് രജിസ്റ്ററബിൾ ഇറ്റ് ഗെറ്റ്സ് രജിസ്റ്റേർഡ്. അങ്ങനെ രജിസ്റ്റേർഡ് ആയിട്ട് കിട്ടുമ്പോൾ ഏത് സിമ്പിളാണ് വരിക. അപ്പോൾ രജിസ്ട്രേഷന്റെ സിമ്പിളാണ് R. വൺസ് ഇറ്റ്സ് അപ്ലൈഡ് ഫോർ രജിസ്ട്രേഷൻ ഇറ്റ്സ് TM. ഡേറ്റ് ഓഫ് ഫയലിംഗ് തൊട്ടിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുക. ഇറ്റ്സ് വാലിഡ് ഫോർ 10 years ആൻഡ് 10 years കഴിഞ്ഞാൽ നമുക്ക് റിന്യൂ ചെയ്ത് alert about protecting your few instances of misuse. ഇതിൽ നിങ്ങൾക്ക് ഒറിജിനൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് വണ്ണിൽ ഏതാണ് ഒറിജിനൽ വൺ? തേർഡ് വൺ, റൈറ്റ്, ഗുഡ്. പിന്നെ ഫസ്റ്റ് വൺ ആൽപെൻലീബെ അല്ലേ? ഫസ്റ്റ് വൺ അല്ലേ? പിന്നെ അബിബാസ് ആണോ ആഡിഡാസ്? ഏതാ? Adidas, right? So these are few instances of misuse. അപ്പോൾ ഇത്രയാണ് ട്രേഡ് മാർക്സിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ ട്രേഡ് മാർക്ക് ഉണ്ട്, കോപ്പിറൈറ്റ് ഉണ്ട്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഉണ്ട്, പേറ്റൻസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് ഉണ്ട്. അപ്പം ട്രേഡ് മാർക്ക് കഴിഞ്ഞ ഒരു നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് എന്ത്? കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റ് നമ്മൾ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? വീഡിയോസിന് നിങ്ങൾ യൂട്യൂബിലൊക്കെ കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് കാണും അല്ലേ? വെരി ഗുഡ്. സോ ദീസ് ആർ ദ ഡ്രമാറ്റിക് വർക്ക്, മ്യൂസിക്കൽ വർക്ക്, ആർട്ടിസ്റ്റിക് വർക്ക്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ സോഴ്സ് കോഡ് നിങ്ങൾക്ക് കോപ്പിറൈറ്റബിൾ ആണ്. പിന്നെ സിനിമാറ്റോഗ്രാഫ് വർക്ക്സ്, സൗണ്ട് റെക്കോർഡിങ്സ്, ഇതൊക്കെ എന്താണ് കോപ്പിറൈറ്റിന്റെ അണ്ടറിൽ കവർ ചെയ്യുന്നത്. അതൊരു കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റർ. അപ്പൊ ഒരു എഴുതുവാണെങ്കിൽ ലിറ്റററി വർക്ക്, വെരി ഗുഡ്. അപ്പൊ ഇതൊക്കെയാണ് കോപ്പിറൈറ്റ് കവർ. ഐഡിയക്ക് കോപ്പിറൈറ്റ് ഇല്ല. പിന്നെ എന്തിനാ ഇത്രയും നേരം ഐഡിയ വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയണ ഐഡിയക്ക് കോപ്പിറൈറ്റ് ഇല്ല, പിന്നെ എന്തിനാ കോപ്പിറൈറ്റ്? ഐഡിയ എക്സ്പ്രസ് ചെയ്യണം. എക്സ്പ്രഷൻ ഓഫ് ഐഡിയ ആണ് കോപ്പിറൈറ്റ്. ഓൾറൈറ്റ്, there is no copyright for idea. It has to be expressed. It has to be converted into a tangible form. But ഞാൻ ബുക്ക് എഴുതി, I have a story in my mind. Is that copyright protectable? No. I have to write it down in a book or a paper sheet of. I have to write it down on a sheet of paper. I have to express it. Only then it is copyrightable. ജസ്റ്റ് കോപ്പിറൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മെറ്റീരിയലൈസ് ചെയ്യും. ഞാനിപ്പം
I have an idea, I'm writing it down, I'm converting it into tangible form. You don't have to register it. അതാണ് കോപ്പിറൈറ്റ് ഗുണം. പക്ഷേ ഓൾസോ ഫസ്റ്റ് ഇപ്പം ഞാനൊരു കഥ എഴുതി, അതിൻ്റെ ഫസ്റ്റ് ഓണർ എപ്പോഴും ഞാൻ തന്നെയായിരിക്കും, ദ ക്രിയേറ്റർ ഓഫ് ദ വർക്ക്. ഈ റൈറ്റ് എ ബുക്ക്, അതിൻ്റെ ഒരു ബുക്ക് എഴുതി, അപ്പം അതിൻ്റെ അതിൻ്റെ ഫസ്റ്റ് ഓണർ ആരായിരിക്കും? ഞാനായിരിക്കും, എനിക്കായിരിക്കും. ഒരു കഥ എഴുതാൻ ഒരു ഡയറക്ടർ എഴുതിപ്പിച്ചിരിക്കുകയാണ്. ഐ എം വർക്കിംഗ് ഫോർ എ പേഴ്സൺ. അതിൻ്റെയും ഫസ്റ്റ് ഓണർ ഞാൻ തന്നെയാണ്, പക്ഷെ ഐ ക്യാൻ അസൈൻ ഹിം മൈ റൈറ്റ്സ്. അതാണ് അഗ്രിമെൻറ്റ്, അവർ തമ്മിലുള്ള അഗ്രിമെൻറ്റ് ഉണ്ടാവുക. ഈ പ്രൊഡ്യൂസറും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ തമ്മിൽ, മൂവി മേക്കേഴ്സും പ്രൊഡ്യൂസേഴ്സും തമ്മിലുള്ള അഗ്രിമെൻറ്റ് അതാണ്. നമ്മളുടെ കോപ്പിറൈറ്റ്, നമ്മളുടെ ക്രിയേറ്റീവ് വർക്ക് നമ്മൾ അസൈൻ ചെയ്യുവാണ്. അപ്പം രജിസ്ട്രേഷൻ ഓഫ് കോപ്പിറൈറ്റ് മാൻഡേറ്ററി അല്ല എന്ന് പറഞ്ഞാൽ പോലും പ്രശ്നം എവിടെ വരാമെന്നറിയോ? ഇത് ആരെങ്കിലും കോപ്പി അടിച്ച് നിങ്ങളുടെ അനുവാദം ഇല്ലാണ്ട് ലൈസൻസ് ചെയ്ത്, നിങ്ങളുടെ അനുവാദം ഇല്ലാണ്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആൻഡ് മേക്കിംഗ് വെൽത്ത് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കോടതി പോവും, ഒബ്വിയസ്ലി കോടതി പോവും. ഹൗ വിൽ യു പ്രൂവ് ദാറ്റ് ദിസ് പെർട്ടിക്കുലർ വർക്ക് ബിലോങ്സ് ടു യു? നിങ്ങൾ കുറേ പ്രൊസീജിയേഴ്സ്, നിങ്ങൾ എന്തൊക്കെ കാണിക്കണം, നിങ്ങൾ ഇതാണ് എഴുതിയെന്ന് കാണിക്കാൻ എന്തൊക്കെ തെളിവുകളുണ്ടോ അതൊക്കെ നിങ്ങൾ നിരത്തണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോടതിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെയാണ് ഈ വർക്ക്, നമ്മളുടെ വർക്കാണ് ഈ കോപ്പി അടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ കോപ്പിറൈറ്റ് രജിസ്ട്രേഷൻ എടുത്ത് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കോടതിക്ക് മുമ്പിൽ നമ്മൾ കാണിക്കുകയാണ്, ദിസ് ആൻഡ് ദിസ് ഹാസ് ബീൻ രജിസ്റ്റേർഡ് ഇൻ മൈ നെയിം, ദിസ് ബിലോങ്സ് ടു മൈ ഇൻ്റലക്ട്, ദിസ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു മീ. ഒരു ലാൻഡ് ഓണർ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഒരാൾ ഒരു വീട് വെച്ച് താമസിക്കുകയാണ് ഒരു ലാൻഡിൽ, അതിൽ വേറെ ഒരാൾ ട്രെസ്പാസ് ചെയ്തു, വേറെ ഒരാൾ അതിക്രമിച്ച് കയറി. അപ്പോൾ കോടതിയെടുത്ത് പറയാണ് എൻ്റെ ലാൻഡിലേക്ക് ഇയാൾ അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ആദ്യം ചോദിക്കുക നിങ്ങൾ ഏത് ലാൻഡിൻ്റെ ഓണറാണെന്നാണ്. അപ്പോൾ അവരെന്താ കാണിക്കുക? ഇത് രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് അല്ലേ കാണിക്കുക? അതുപോലെ തന്നെയാണ് കോപ്പിറൈറ്റ് രജിസ്ട്രേഷൻ്റെ ഇമ്പോർട്ടൻസ്. കോപ്പിറൈറ്റ് വൺസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സി സിമ്പിളാണ്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ബുക്സിൻ്റെ ബാക്കിലും പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് വീഡിയോസിൻ്റെ ഒക്കെ താഴെ സി ഇൻ എ സർക്കിൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ദാറ്റ് ഇസ് കോപ്പിറൈറ്റ് രജിസ്ട്രേഷൻ്റെ സിമ്പിൾ. അല്ലെങ്കിൽ ദിസ് പെർട്ടിക്കുലർ വർക്ക് ഇസ് copyright protected. You cannot copy this, reproduce this, distribute this, communicate this to public without the permission of the copyright owner. All right. ആണ് കോപ്പിറൈറ്റിൻ്റെ അണ്ടറിൽ വരിക. വെറുതെ ഒരു ലിറ്റററി വർക്ക് ആയാൽ മതിയോ? ഇറ്റ് ഹാസ് ടു ബി ഒറിജിനൽ ലിറ്റററി വർക്ക്. കോപ്പി അടിച്ചിട്ടുള്ള ഒരു വർക്ക് കോപ്പിറൈറ്റിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ഇല്ല. ഇറ്റ് ഹാസ് ടു ബി ആൻ ഒറിജിനാലിറ്റി ഉണ്ടാവണം ആ വർക്കിന്. ഇറ്റ് ഹാസ് ടു ബി ആൻ ഒറിജിനൽ ലിറ്റററി വർക്ക്, ഇറ്റ് ഹാസ് ടു ബി ആൻ ഒറിജിനൽ ഡ്രാമാറ്റിക് വർക്ക്, മ്യൂസിക്കൽ വർക്ക്, ആർട്ടിസ്റ്റിക് വർക്ക്, എന്താണെങ്കിലും ഇറ്റ് ഹാസ് ടു ബി ഒറിജിനൽ. ഇറ്റ് ഷുഡ് നോട്ട് ബി കോപ്പീഡ് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി എക്സ്പ്രസ്ഡ്. റൈറ്റ്. കോപ്പിറൈറ്റിൻ്റെ വാലിഡിറ്റി എത്ര വർഷമാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? 70 അല്ല, 60 ഇയേഴ്സ് ആണ്. 60 ഇയേഴ്സ് ഫ്രം ഞാനൊരു ബുക്ക് എഴുതി, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് ആ 60 ഇയേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ മരിച്ച ഇയേഴ്സ് വരെ ആ ഒരു കോപ്പിറൈറ്റ് ഉണ്ട്. അത് ആർക്കാ പോവുക? എൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് പോവും, എൻ്റെ അസൈനിക്ക് പോവും, അല്ലെങ്കിൽ ആർക്കാന്ന് വെച്ചാൽ എൻ്റെ നെക്സ്റ്റ് ഹെയറിന് അത് പോവും. അല്ലെങ്കിൽ അത് ഇറ്റ് വിൽ ബി പ്രൊട്ടക്റ്റഡ് even if there is nobody, and anybody who copies it is an infringer, is somebody who violates copyright of the dead person who is the creator of the work. So it's 60 years, 60. Okay. അതുപോലെ തന്നെയാണ് ഫിലിംസിൻ്റെയും സൗണ്ട് റെക്കോർഡിങ്സിനും ഫോട്ടോഗ്രാഫ്സിൻ്റെയും ഈവൻ അനോണിമസ് പബ്ലിക്കേഷൻസ്, ആരാണ് ഓതർ എന്ന് അറിയില്ല, അവർക്ക് പോലും പ്രൊട്ടക്ഷൻ ഉണ്ട്, കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ, ഇഫ് ഇറ്റ്സ് എൻ ഒറിജിനൽ വർക്ക്. ഓൾറൈറ്റ്. രണ്ടുപേരും
ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? സന്തോഷിപ്പിക്കാൻ പറയല്ലേ. ഇന്ററാക്റ്റീവ് ആയ ബോറടി നമുക്ക് ഒഴിവാക്കാം അല്ലേ? ഇന്ററാക്റ്റീവ് ആവുമോ? എവിടെ? വർക്കിംഗ് ആണ്. ഇല്ല, വരത്തില്ല, സൈറ്റ്സ് വരത്തില്ല. സ്ലൈഡില്ലാതെ പേറ്റൻസ് വരുമ്പോൾ സ്ലൈഡില്ലാതെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ ഇപ്പം ഇത്രയും നേരം നമ്മൾ ട്രേഡ് മാർക്സ് പറഞ്ഞു, കോപ്പിറൈറ്റ് പറഞ്ഞു, പിന്നെ എന്താ ഉള്ളത്? ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് ഞാൻ പറഞ്ഞു നേരത്തെ, ഡിസൈൻ എന്ന് പറഞ്ഞു. ഡിസൈൻ എന്താ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് അറിയോ? ഓൾസോ കോപ്പിറൈറ്റിന് നമുക്ക് കോപ്പിറൈറ്റ് ആക്ട് ഉണ്ട്, ട്രേഡ് മാർക്സിനും അതുപോലെ ട്രേഡ് മാർക്സ് ആക്ട് ഉണ്ട് 1999. കോപ്പിറൈറ്റ്സിനും നമുക്ക് സെപ്പറേറ്റ് ആക്ട് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്. അതിൽ എന്തൊക്കെ പ്രൊട്ടക്റ്റബിൾ ആണ്, എപ്പോഴൊക്കെയാണ് ഇൻഫ്രിഞ്ച്മെൻറ്റ് സംഭവിക്കുക, എന്തൊക്കെയാണ് റൈറ്റ്സ്, എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ലൈസൻസ് ചെയ്യുക, ഇതൊക്കെ പറയുന്ന നമുക്കൊരു ആക്ടും റൂൾസും എല്ലാതും ഉണ്ട്. അതുപോലെ തന്നെ ഡിസൈൻസിനും നമുക്ക് ഒരു ആക്ട് ഉണ്ട്. ഡിസൈൻ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺഫിഗറേഷൻ നമുക്ക് കണ്ണിൽ കൂടെ പോകുമ്പോൾ ആദ്യം അതിൻ്റെ എന്താണ് ശ്രദ്ധിക്കുക? അതിൻ്റെ ഡിസൈൻ അല്ലേ? അതിൻ്റെ ഡിസൈനാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഡ്രസ്സ് മേടിക്കാൻ പോയി, അപ്പം എന്താ നിങ്ങൾ നോക്കുക? You're buying a new home and you are going out to buy a furniture. സോഫയൊക്കെ മേടിക്കുമ്പോഴും ചെയറൊക്കെ മേടിക്കുമ്പോഴും കട്ടിൽ മേടിക്കുമ്പോഴും എല്ലാം നിങ്ങൾ ആദ്യം അതിൽ എന്ത് നോക്കും? അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുക, അതിൻ്റെ പ്രൈസ് നോക്കുക, അതൊക്കെ. അപ്പം ഈ ഡിസൈൻ and that design which is protected under Designs Act. That is what design protects. അപ്പോൾ ഇത് അതൊരു ആർട്ടിക്കിളിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് അല്ലേ? ഫസ്റ്റ് ആൾക്കാർ കോപ്പി ചെയ്യില്ല, നമുക്കതിൻ്റെ മോണോപ്പൊളി ഉണ്ട്, നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ബെൻസിൻ്റെ മോഡലിൽ വേറെ കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ they can file a suit for infringement. അവരുടെ ഡിസൈൻ ചെയറിന്റെ ഡിസൈൻ കണ്ടോ? ദാറ്റ് ഈസ് ഓൾസോ ഒരു സ്പോർട്സ് കാർ ടൈപ്പ് ആണല്ലേ, ഒരു കാറാണ്. അതർ എക്സാമ്പിൾസ് ഓഫ് ഡിസൈൻ കണ്ടോ? സെയിം ആർട്ടിക്കിൾ ആണ്, പക്ഷെ അതിന്റെ ഡിസൈൻ കണ്ടില്ലേ? ആ ഡിസൈൻ നമ്മളെ അട്രാക്ട് ചെയ്യും. ഇറ്റ് ഈസ് അപ്പീലിംഗ് ടു ദ ഐസ്. അതിന്റെ എസ്തെറ്റിക് ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ, റൈറ്റ്? ഫസ്റ്റ് വൺ ഫോർക്ക് ആൻഡ് നൈഫ്. ഇങ്ങനത്തെ ഒരു ഫോർക്കും നൈഫും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനും ആദ്യമായിട്ടോ കാണും. വെരി ഇൻട്രസ്റ്റിംഗ് ഡിസൈൻ അല്ലേ? നമ്മൾ പോയി ഒന്ന് നോക്കി ഇങ്ങനത്തെ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ. ആൻഡ് സോ ഇസ് കൊക്കോളയുടെ ആ ബോട്ടിലിൻ്റെ ഷേപ്പ്. ഇറ്റ് ഹാസ് ഇവോൾവ് ഫ്രം ബൈ ടൈം അല്ലേ? ചെറിയ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ, ഒരു സിലിണ്ടറിക്കൽ ബോട്ടിൽ തുടങ്ങിയതാണ്. നൗ ഇറ്റ് ഇസ് ഇൻ ദ ഷേപ്പ് ഓഫ് what is seen in the picture, right? There is a lamp, പലതരം ലാമ്പ്, പലതരം ഡിസൈനിലുള്ള ലാമ്പ്, ബൾബ്സ് അല്ലേ? ഇപ്പം നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് ബൾബ് ഭംഗിയുണ്ടോ എന്നായിരിക്കും. ബൾബ് ഒരു സാധാരണ മറ്റേ പണ്ടത്തെ ആ ഒരു CFL ബൾബിനൊന്നും ഇപ്പോൾ ഡിമാൻഡില്ല. എന്തൊക്കെ ഡിസൈൻ, എന്തൊക്കെ വെറൈറ്റീസ് കിട്ടും, അതൊക്കെയാണ് നമ്മൾ നോക്കുക. ഡിസൈനാണ് നമ്മൾ നോക്കുക. ഇതൊക്കെയാണ് ഡിസൈൻ രജിസ്ട്രേഷൻ്റെ ക്രൈറ്റീരിയ. ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് പോലെ തന്നെയായിരിക്കണം. ഇറ്റ് ഹാസ് ടു ബി ന്യൂ ആൻഡ് ഒറിജിനൽ. അതിനൊരു ഫങ്ഷണൽ സ്പൂണിന് ഇങ്ങനെ
ഒരു റൗണ്ട് ഷേപ്പിൽ കണ്ടെയ്ൻ ചെയ്യാനുള്ള ഒരു ഹെഡും പിന്നെ ഒരു ടെയിലും ഉണ്ടായി കഴിഞ്ഞാൽ അതാണ് സ്പൂൺ. അതിന്റെ ഫങ്ഷണൽ ആസ്പെക്ട് സെർവ് ചെയ്യണതായിരിക്കരുത്. സി ഫോർ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കീ ഈഫിൽ ടവർ, അതാണ് സിംപ്ലസ്റ്റ് എക്സാമ്പിൾ. അതൊരു ടവറായിട്ടല്ലല്ലോ നമ്മൾ ആനയുടെ കാലുള്ള കട്ടിൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ആ ഒരു ഡിസൈൻ of a design. It has to be new or shape, configuration, pattern. It has to be appealing to your eyes. It has to be ഞാൻ നേരത്തെ ഇപ്പൊ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് എ ഫിനിഷ്ഡ് ആർട്ടിക്കിൾ ജഡ്ജ്ഡ് സോൺലി ബൈ ഐസ്. ഞാൻ ചെയർ പോയി ഇരുന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷണൽ ആസ്പെക്ട് അത് എങ്ങനത്തെ ചെയറാണോ, അത് മടക്കാൻ പറ്റുന്ന ചെയറാണോ, ഇതൊന്നുമല്ല ഡിസൈനിൽ കവർ ചെയ്യുന്നത്. ഡിസൈൻ കവർ ചെയ്തേ ഇറ്റ് ഹാസ് ടു ബി ഇന്റഗ്രൽ വിത്ത് ദ ആർട്ടിക്കിൾ ഇറ്റ് സെൽഫ്. ഓൾറൈറ്റ്, എക്സാമ്പിൾസ് ആണ് ഈ ഐപോഡിന്റെ ഡിസൈൻ, കുക്കറിന്റെ ഡിസൈൻ, ഇതൊക്കെ ഡിസൈൻ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പം നേരത്തെ ഞാൻ ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ TM ആണ് കാണുക എന്ന് പറഞ്ഞു. രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ R ഇന്നർ സർക്കിൾ സിമ്പിൾ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കോപ്പിറൈറ്റിന്റെ കാര്യം വന്നപ്പോൾ ഞാൻ C ഇന്നർ സർക്കിൾ സിമ്പിൾ എന്ന് പറഞ്ഞു. അതുപോലെയാണ് രജിസ്റ്റേർഡ് ഡിസൈൻ ആണെങ്കിൽ REGD എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണിന്റെയും ഈ ഐപോഡിന്റെയും ബാക്കിലൊക്കെ കഴിഞ്ഞാൽ REGD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈൻ കാണും. ദാറ്റ് മീൻസ് that particular design is registered. ഡിസൈനിന്റെ രജിസ്ട്രേഷൻ 10 years ആണ്. 10 years കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 yearsലേക്കും കൂടെ നിങ്ങൾക്ക് റിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞ് പ്രൊട്ടക്ഷൻ ഇല്ല. ഓക്കെ, അതൊരു ലിമിറ്റഡ് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? കറക്റ്റ്, ആറന്മുള കണ്ണാടി ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആണ്. രംപുരം കൈത്തറി, പിന്നെ ഷാംപെയിൻ, പിന്നെ ഇതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ place, there is a particular region that is associated with that product, and the quality and reputation of this particular product, goods you are mentioning comes from പോയിട്ട് തന്നെ മേടിച്ചാലല്ലേ നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി. പീപ്പിൾ ഹു സെൽ ആറന്മുള കണ്ണാടി സെയിങ് ദാറ്റ് വേറെ സ്ഥലത്ത് ചെന്നിട്ട് ഇത് ആറന്മുള കണ്ണാടിയാന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നവരുണ്ട്. അത് ഇൻഫ്രിഞ്ച്മെന്റ് ആണ്. ക്വാളിറ്റിയും അതിന്റെ റെപ്യൂട്ടേഷനും അതിന്റെ ആ ഒരു ഒറിജിനാലിറ്റിയും എല്ലാം ഇറ്റ് acquires such quality due to such combination. Okay, അപ്പോൾ ഇറ്റ് ക്യാൻ ബി an agricultural product. പാലക്കാടൻ മട്ട കേട്ടിട്ടില്ലേ? പിന്നെ നാച്ചുറൽ ആയിരിക്കാം, മാനുഫാക്ചേർഡ് ഗുഡ്സ് ആയിരിക്കാം, ഇപ്പോൾ ആറന്മുള കണ്ണാടി പറഞ്ഞതുപോലെ ഒരു ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്റ്റ് ആയിരിക്കാം. സോ all these originating in a particular region, and the quality and reputation of this particular product is essentially attributable to its geographical origin. നമ്മൾ ഞങ്ങളുടെ ഫേം എടുത്തു കൊടുത്ത ഈ അടുത്തെടുത്തു കൊടുത്ത ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് കന്യാകുമാരി ക്ലോവ് എന്ന് പറയും, കരയാമ്പൂവില്ലേ, അതിന് നമ്മൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എടുത്തു കൊടുത്തു.
ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരള പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇത്രയും ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഉള്ള വേറെ കൺട്രി ഇല്ല. അത്രയ്ക്കധികം ജോഗ്രഫിക്കൽ, അത്രയും അധികം പൊട്ടൻഷ്യലും അത്രയ്ക്കധികം ഇതുവരെ രജിസ്റ്റർ ചെയ്യാതെയും കിടക്കുന്ന കുറേ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ കാലാകാലങ്ങളായിട്ടുള്ള ഒരു എന്താ പറയുക ട്രഡീഷനും ഒക്കെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വി ക്യാൻ എക്വയർ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഫോർ ദാറ്റ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അത് നമുക്ക് മാത്രമേ ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പേര് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇൻ ടേൺ ഇൻക്രീസ് ദ നാഷണൽ വെൽത്ത് ഓൾസോ അല്ലേ. പിന്നെ അത്രയും ഈ ഹാൻഡിക്രാഫ്റ്റ്സ് ചെയ്യുന്നവരും അഗ്രികൾച്ചറൽ ഇൻവോൾവ് ആയിട്ടുള്ള ഫാമേഴ്സും അവരും മിക്കവാറും ഇല്ലിറ്ററേറ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഗോ ആൻഡ് ടെൽ ദം ദാറ്റ് യു ഹാവ് ആൻഡ് ദിസ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ക്യാൻ ബി നമ്മൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഫയൽ ചെയ്യുമ്പോൾ ഒരാൾക്ക് പോയി ഫയൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് patents, this is what you guys were looking forward to അല്ലേ. IPR relating to inventions. ചെയ്യാന്ന് വെച്ചാൽ ഞാനൊരു ഇൻവെൻറ്റർ, ഞാനൊരു ടെക്നോളജി കണ്ടുപിടിച്ചു. അപ്പം എനിക്ക് അതൊരു പ്രോഡക്റ്റ് ആ ഇൻവെൻഷൻ്റെ മേലിലുള്ള റൈറ്റ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാണ്. ആൻഡ് എനിക്ക് അങ്ങനെ ഒരു റൈറ്റ് കിട്ടുമ്പോൾ ബാക്കിയുള്ളവർക്ക് എന്താണ് കോട്ടിംഗ് ദ പേറ്റന്റഡ് പ്രോഡക്റ്റ് ഓർ പ്രോസസ്. അപ്പോൾ ഈ റൈറ്റ്സ്, അതായത് ആ ഇൻവെൻഷൻ മേക്ക് ചെയ്യാനുള്ള റൈറ്റ്, യൂസ് ചെയ്യാനുള്ള റൈറ്റ്, ഇമ്പോർട്ട് ചെയ്യാനുള്ള റൈറ്റ്, സെല് ചെയ്യാനുള്ള റൈറ്റ്, എല്ലാം ആരുടെ റൈറ്റാണ്? ഈ റൈറ്റ് അല്ലേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ്സ് ആർ സ്റ്റാറ്റ്യൂട്ടറി. ഇപ്പം എന്താ പറയുക, ട്രേഡ് മാർക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് രജിസ്റ്റേർഡ് അല്ലാത്ത ട്രേഡ് മാർക്ക് നമുക്ക് പാസിംഗ് ഓഫിൽ ഫയൽ ചെയ്യാം. അതായത് ഫോൾസ് ട്രേഡ് പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് രജിസ്ട്രിയിൽ പോകാൻ പറ്റത്തില്ല, സ്റ്റാറ്റ്യൂട്ടിൻ്റെ അണ്ടറിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് പാസിംഗ് ഓഫ് മാർക്ക് അഡോപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് നമുക്ക് കോടതി പോവാം. കോപ്പിറൈറ്റ് ആണെങ്കിലും ഞാൻ ഡിസൈൻ ആണെങ്കിലും നമ്മളുടെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ ഡിസൈനും രജിസ്ട്രേഷൻ വേണം. പേറ്റന്റ് റൈറ്റ്സ് സ്റ്റാറ്റ്യൂട്ട് അല്ലാണ്ട് ഞാൻ ഫയൽ ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് എൻ്റെ സെയിം വേറെ ആരെങ്കിലും പോയി ഫയൽ ചെയ്യാണ്, അവർക്കാ കിട്ടുക, അവർക്ക് അതിൻ്റെ പ്രയോറിറ്റി റൈറ്റ് കിട്ടുക. അപ്പം നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്? ആയിട്ട് നമുക്കൊരു പേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഇത് ഇങ്ങനെ വർക്ക് ചെയ്യും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇന്ത്യയിൽ പേറ്റന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് the patent system governed India, it is governed by the Patents Act 1970 and the Patent Rules 2003. Pinna, these are the few offices, these are the only offices in India. Kolkataiilum, Mumbaiilum, Chennaiilum, Delhiilum aanu namukku offices varunathu. Offices choose cheyyam. If you are a South Indian, you will definitely go to your patent application. If you have anybody from Mumbai or ബാക്കിയുള്ള ഏരിയസ് ആണെങ്കിൽ വിച്ച് ഇസ് എ നിയറസ്റ്റ് പ്ലേസ് എന്ന് നോക്കിയിട്ട് അവിടെയാണ് പേറ്റന്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. ഓൾ റൈറ്റ്. പേറ്റന്റ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ദി ട്രൂ എനിക്ക്
എനിക്ക് ഒറ്റയ്ക്ക് ഫയൽ ചെയ്യാം. ഞാൻ കണ്ടുപിടിച്ചൊരു ഇൻവെൻഷൻ എനിക്ക് ഒറ്റയ്ക്ക് ഫയൽ ചെയ്യാം. അതല്ല ഞാനൊരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റും കൂടിയിട്ട് ഒരുമിച്ചാണ് ആ ഇൻവെൻഷൻ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ എക്സ്പെരിമെൻറ്റേഷനൊക്കെ ചെയ്ത് അതിൻ്റെ ഓരോ സ്റ്റേജിലും കുറേ പേരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ജോയിൻ്റ് ആയിട്ടും ഫയൽ ചെയ്യാം ആപ്ലിക്കേഷൻ. ഓക്കെ. പിന്നെ അസൈനി ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻവെൻറ്റേഴ്സ്. നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങളുടെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ റിസർച്ച് സെൻറ്റേഴ്സ് എന്തൊക്കെ ഉണ്ടെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു. അപ്പം നിങ്ങൾ ആ റിസർച്ച് സെൻറ്റർ നിങ്ങൾക്ക് ഫണ്ട് അലോട്ട് ചെയ്യാണ് നിങ്ങളുടെ എക്സ്പെരിമെൻറ്റ്സ് ക്യാരി ഔട്ട് ചെയ്യാനും. അല്ലെങ്കിൽ ചില കമ്പനീസ് ദേ ഹാവ് R&D ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും അവർക്ക്. അപ്പം അവരാണ് അത് ഫണ്ട് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റിക്കും യൂണിവേഴ്സിറ്റിയുടെ പേരിലോ അല്ലെങ്കിൽ കമ്പനിക്ക് കമ്പനിയുടെ പേരിലോ കണ്ടുപിടിച്ചതോ ആയിട്ടുള്ള ഇൻവെൻഷൻ ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോഴും യൂണിവേഴ്സിറ്റിയും വരാം. പിന്നെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എനി ഡിസീസ് ഇൻവെൻറ്റർ ഓർ അസൈനി. അപ്പോൾ ഞാനൊരു സംഭവം കണ്ടുപിടിച്ചു, തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ച് മരിച്ചു പോവുകയാണെങ്കിൽ ആർക്ക് പോവും? അയാളുടെ ലീഗൽ ഹെയർസിന് അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് ഇൻവെൻഷൻ ഫയൽ ചെയ്യാനുള്ള പേറ്റന്റ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ. 3 steps in order to be a product to be patentable അല്ലെങ്കിൽ ഒരു ഇൻവെൻഷൻ ടു ബി പേറ്റന്റബിൾ. 3 ക്രൈറ്റീരിയ ആണ്. നോവൽറ്റി, ഇൻവെൻറ്റീവ് സ്റ്റെപ്പ്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. നോവൽറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ന്യൂ ആൻഡ് ഒറിജിനൽ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പേറ്റന്റിൽ നോവൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി പബ്ലിഷ്ഡ് ഫോർ ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് ദ പേറ്റന്റ്. അതാ ഞാൻ പറഞ്ഞു, പബ്ലിഷ് ചെയ്യാതെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരു എക്സ്പെരിമെൻ്റ് തുടങ്ങുമ്പോൾ യു ഹാവ് ടു കീപ് ഇറ്റ് ആസ് പ്രൈവറ്റ് ആസ് പോസിബിൾ, ആസ് സീക്രട്ട് ആസ്. ബട്ട് യു കെൻ ഓൾവേസ് ഗോ ആൻഡ് of course experiment in a lab, but it doesn't go out or it gets published. നിങ്ങൾ പബ്ലിഷ് ചെയ്യാനും പാടില്ല കേട്ടോ. പബ്ലിക്കേഷൻ തന്നെ പേറ്റന്റ് ഓഫീസ് പറയും പ്രയർ ആർട്ടാണ്, രജിസ്റ്ററബിൾ അല്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ തള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പം നോവൽറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി പബ്ലിഷ്ഡ് ഫോർ ഫയലിംഗ് ദ പേറ്റന്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഇൻവെൻറ്റീവ് സ്റ്റെപ്പ്, അതായത് നോൺ ഒബ്വിയസ്നെസ്. നോൺ ഒബ്വിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു ടെക്നോളജി കണ്ടുപിടിച്ചു. അപ്പം ആ ടെക്നോളജിയിൽ സ്കിൽഡ് ഉള്ള ഒരാളുടെ അടുത്തേക്ക്, അത് നമ്മൾ ലീഗലി പറയുന്നത് PCT, പേഴ്സൺ സ്കിൽഡ് ഇൻ ദ ആർട്ട്. അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഞാൻ പോയി ഇൻവെൻഷൻ കാണിക്കുമ്പോൾ അയാൾ പറയുവാണ്, ദിസ് ഇസ് ഓബ്വിയസ്, ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്ത് ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും അറിയാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി? വെരി ഒബ്വിയസ് ആയി അല്ലേ? അതിന് ഒരു ഇൻവെൻഷൻ ആണ് പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെയും സാറ്റിസ്ഫൈഡ് ആവും. പക്ഷെ ഇത് പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്ന് ആ PCT പറയാണ്, പേഴ്സൺ സ്കില്ലിൻ്റെ ആർട്ട് പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് പേറ്റന്റബിൾ അല്ലാതെയോ. ഇനി ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് ഉണ്ട്, ആൾ പറയാണ് ദിസ് ഇസ് വെരി നോൺ ഒബ്വിയസ്, ഞാനത് പ്രതീക്ഷിച്ചില്ല, ദിസ് ഇസ് വെരി ന്യൂ, ഭയങ്കര ഒരു കണ്ടുപിടുത്താണെന്ന് പറഞ്ഞിട്ട് PCT അപ്രൂവ് ചെയ്തും ഇതിനൊരു ഉപകാരം ഉണ്ടാവണം അല്ലേ? ഇറ്റ് ഹാസ് ടു ബി ഒരു യൂട്ടിലിറ്റി പ്രോസസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇതൊക്കെ ഈ 3 സ്റ്റെപ്സിന് യു ആർ കമ്മിങ് വിത്ത് ആൻ ഇൻവെൻഷൻ ടു മീ. നിങ്ങൾ പറയാണ് ഞാനൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്, എനിക്കിതിന് പേറ്റന്റ് എടുക്കണം എന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്. അപ്പം ഞാൻ നോവൽറ്റിയും ഇൻവെൻറ്റീവ് സ്റ്റെപ്പും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കബിലിറ്റിയും ഒന്നുമല്ല ഞാൻ നോക്കുക. ഫസ്റ്റ് ഐഡിയ ഞാൻ നോക്കുന്നത് സെക്ഷൻ 3 എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇന്ത്യൻ പേറ്റൻസ് ആക്ടിൽ സെക്ഷൻ 3 ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ്, നമ്പർ ഓഫ് ഐറ്റംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അണ്ടറിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെൻഷൻ പേറ്റന്റബിൾ അല്ല. അത് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം, എന്തൊക്കെയാണ് പേറ്റന്റബിൾ അല്ലാത്ത ഇൻവെൻഷൻസ്. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് കോൺട്രറി ടു or environment. It makes sense അല്ലേ? ഞാനൊരു പോയിസൺ ഡെവലപ്പ് ചെയ്തു,
ആൾക്കാരെ കൊല്ലാൻ, അല്ലെങ്കിൽ ഐ എം ഫൈൻഡിങ് എ മീഡിയം ടു സ്പ്രെഡ് എ പെർട്ടിക്കുലർ ഡിസീസ്. കോവിഡ് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു മീഡിയം ഞാൻ കണ്ടുപിടിച്ചു. ഹീൽ ചെയ്യാനല്ല, സ്പ്രെഡ് ചെയ്യാനുള്ള മീഡിയം. അത് പേറ്റന്റബിൾ ആണോ? ഇറ്റ്സ് വൈ not be patentable. അതാണ് ഫസ്റ്റ് ഐറ്റം ഇൻ ദ സെക്ഷൻ 3 ഓഫ് ദി പേറ്റൻസ് ആക്ട്. പിന്നെ വന്നിട്ട് ഡിസ്കവറി ഓഫ് എനി ലിവിങ് തിങ് ഓർ നോൺ ലിവിങ് സബ്സ്റ്റൻസസ് occurring in nature. Do you know the difference between discovery and innovation? Can anybody tell me the difference between discovery and innovation? രണ്ടും ചിലപ്പോൾ നമുക്ക് കൺഫ്യൂസ് ഈ ഒരാൾ ഇത് ഡിസ്കവർ ചെയ്തു എന്ന് പറയാറുണ്ട്. പക്ഷെ അതിന് ഡിഫറൻസ് ഉണ്ട്. ഇന്നോവേഷനും ഡിസ്കവറിയും രണ്ടും രണ്ടാണ്. എന്താണ്? ഒരു പെർട്ടിക്കുലർ ജീനസ് ഓഫ് ഫിഷ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബ്രീഡുള്ള ഡോഗ്, ഇതൊന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷേ എക്സിസ്റ്റിംഗ് ആയിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവത്തിനെ കണ്ടു. ദാറ്റ് ഇസ് ഡിസ്കവറി, ദാറ്റ് ഇസ് നോട്ട് ഇൻവെൻഷൻ. ഇറ്റ് കനോട്ട് ബി പേറ്റന്റബിൾ. പിന്നെ ഒരു പെർട്ടിക്കുലർ സ്റ്റോൺ, കാലങ്ങളായിട്ട് നമ്മളുടെ നേച്ചറിൽ ഉണ്ടായിരുന്നു, എക്സ്കവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച ഒരു സാധനം, ഡിസ്കവർ ചെയ്ത ഒരു സാധനം. ന്യൂ യൂസ് ഓഫ് എ നോൺ സബ്സ്റ്റൻസ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെയോ സബ്സ്റ്റൻസിൻ്റെയോ ന്യൂ ഫോംസ്, എതേഴ്സ്, എസ്റ്റേഴ്സ്, പോളിമേഴ്സ്, ഇതൊക്കെയല്ലേ? ഇതൊക്കെ ഓരോന്നിൻ്റെയും കോമ്പൗണ്ട്സ്, ഇങ്ങനത്തെ കുറച്ച് എലമെന്റ്സ് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പേറ്റന്റബിൾ അല്ല. ഓൾറെഡി കണ്ടുപിടിച്ച സംഭവത്തിന്റെ സോൾട്ട്സ്, എതേഴ്സ്, എസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു ഫേമസ് കേസാണ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1997 ഒരു കേസ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ആ കേസ്? എനിബഡി ഹൂസ് അവെയർ ഓഫ് ദാറ്റ് കേസ്? നൊവാരിറ്റസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇമാറ്റിനിബ് മിസൈലേറ്റ് കേട്ടിട്ടുണ്ടോ? നോ ഐഡിയ. എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഒരു 7 വർഷം നീണ്ട ഫൈറ്റായിരുന്നു കോർട്ടിൽ. അപ്പം ഇതിലെന്താ വെച്ചാൽ, ഒരു സ്വിസ് മൾട്ടിനാഷണൽ കമ്പനി ആയിരുന്നു ഇന്നോവാരിറ്റസ് എന്ന് പറഞ്ഞിട്ട്, ഒരു സ്വിസ് മൾട്ടിനാഷണൽ കമ്പനി. അവർ ഒരു ഡ്രഗ് കണ്ടുപിടിച്ചു. അതെന്താണെന്ന് വെച്ചാൽ ക്രിസ്റ്റലൈൻ സോൾട്ട് ഫോം ഓഫ് ഇമാറ്റിനിബ് എന്ന് പറഞ്ഞിട്ട്, ഇമാറ്റിനിബ് മിസൈലേറ്റ്, അതായത് ക്യാൻസർ, ആൻറ്റി ക്യാൻസർ ഡ്രഗ് ആയിരുന്നു. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഒരു വേരിയൻറ്റ് എക്സിസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇവരിതിൻ്റെ സോൾട്ട്, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾട്ട് ഇമാറ്റിനിബിലേക്ക് അവർ ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് കണ്ടുപിടിച്ചു. ഇത് ക്യാൻ ബി യൂസ്ഫുൾ ഫോർ ക്യാൻസർ പ്രിവെൻഷൻ, അല്ലെങ്കിൽ ആൻറ്റി ക്യാൻസർ ഡ്രഗ് എന്ന് പറഞ്ഞിട്ട് ഇവരത് ഇൻവെൻറ്റ് ചെയ്ത് ഇവർ പേറ്റന്റിന് അപ്ലൈ ചെയ്തു. ചെന്നൈയിൽ പേറ്റന്റ് ഓഫീസിൽ ഇവർ പേറ്റന്റിന് അപ്ലൈ ചെയ്തു. ഇവർ സെക്ഷൻ 3D പ്രകാരം ഇത് റിജക്റ്റ് ചെയ്തു. ന്യൂ ഫോം ഓഫ് എ നോൺ സബ്സ്റ്റൻസ് ആണ്, പറ്റത്തില്ല. സെക്ഷൻ 3D പ്രകാരം ഇത് പേറ്റന്റബിൾ അല്ല, ഇതിൽ ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ട് തള്ളി. അത് കോടതി പോയിട്ട് 7 years കഴിഞ്ഞിട്ടാണ് കോടതി സെയിം ഡെസിഷൻ ശരിവെക്കുക തന്നെയാണ് ചെയ്തത്. റിജക്റ്റ് ചെയ്തു പേറ്റന്റ്. കാരണം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതിൻ്റെ ന്യൂ ഫോം, ഒരു സോൾട്ട് ലെവൽ ഓഫ് എഫിക്കസി, ഭയങ്കര ലെവൽ ഓഫ് എഫിക്കസി ദാൻ വാട്ട് ഈസ് എക്സിസ്റ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കൺസിഡർ ചെയ്യാം പേറ്റന്റ് കൊടുക്കാൻ. പക്ഷേ ഇറ്റ് ഡിഡ് നോട്ട് ഹാവ് ദ എമൗണ്ട് patentable. It was rejected under section 3 clause D of the Trademarks Act. അത് ഈ കേസ് കഴിഞ്ഞ പിന്നെയാണ് ഇവർ മറ്റേ അമെൻമെൻറ്റ് കൊണ്ടുവന്ന് സോൾട്ട്സും മെത്തേഴ്സും ഒക്കെ ഈ സെക്ഷനിലേക്ക് ആഡ് ചെയ്തത് ഇന്ത്യൻ പേറ്റൻസ് ആക്ടിൻ്റെ. ഓക്കെ, മിക്സ്ചർ ഓഫ് 2 substances. ഒരാൾ ഒരു പെൻ കണ്ടുപിടിച്ചു, വേറൊരാൾ ഒരു ബൾബ് കണ്ടുപിടിച്ചു. ഞാൻ എന്നിട്ട് ലൈറ്റ് കത്തുന്ന ഒരു പേന കണ്ടുപിടിച്ചു. അത് പേറ്റന്റബിൾ ആവുമോ? cannot be patented. Diagnosis, നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യണ മെത്തേഡ്സോ ഡിസീസസോ
അത് ട്രീറ്റ്മെൻറ്റ് മെക്കാനിസം അതൊന്നും നമുക്ക് പേറ്റൻറ്റ് ചെയ്യാം. പക്ഷേ ബട്ട് യു ക്യാൻ ഓൾവേസ് പേറ്റൻറ്റ് ദ ഡിവൈസസ്. അത് അവിടെയാണ് നമ്മൾ വിചാരിക്കും, ഓ ഞാൻ ഈ ഡിവൈസ് കണ്ടുപിടിച്ചത് മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് അല്ലേ, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് എ പെർട്ടിക്കുലർ എന്താ ഒരു സിക്നെസ് അല്ലെങ്കിൽ ഒരു ക്രോണിക് ഡിസീസിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ് അല്ലേ, മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും, ഓ ഇത് പേറ്റൻറ്റബിൾ ആണ്. നോ, ഡിവൈസസ് ആർ പേറ്റൻറ്റബിൾ. കൊളോണോസ്കോപ്പി ഒക്കെ ചെയ്യുന്ന ഡിവൈസസ്, അങ്ങനത്തെ ഡിവൈസസ് ഒക്കെ പേറ്റൻറ്റബിൾ ആണ്. എന്താണ് ഇപ്പോൾ കുറേ ഡിവൈസസ് നമ്മളുടെ ഇൻവെൻഷൻസിൽ വരുന്നുണ്ട്, പേറ്റൻറ്റബിൾ ആയിട്ട് പേറ്റൻ്റ് എടുത്തിട്ട് ഒരുപാട് ഇത് ഹെൽത്ത് സെക്ടറിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഇത് പേറ്റൻറ്റബിൾ ആയിട്ട് അത് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് അസൈൻ ചെയ്തിട്ട് ഹോസ്പിറ്റൽസ് ഒക്കെ അത് ലൈസൻസ് ചെയ്തിട്ട് അത് എടുത്തിട്ട് ഇൻവെൻറ്റേഴ്സ് ആർ മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ് ഓൾസോ. പേറ്റൻറ്റബിൾ അല്ല, പക്ഷേ ഡിവൈസസ് ആർ പേറ്റൻറ്റബിൾ. പിന്നെ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, അതിന് അധികം എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ, ദേ ആർ നോട്ട് പേറ്റൻറ്റബിൾ. ദെൻ കംസ് അഗ്രികൾച്ചറൽ ഹോർട്ടിക്കൾച്ചർ മെത്തേഡ്. ഫാമേഴ്സൊക്കെ കാലാകാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഈ നൈട്രജൻ പീ പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്തിട്ടാണ് പിന്നെ ബാക്കിയുള്ള പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് ദേ വോണ്ട് നൈട്രജൻ ഇൻ ദ സോയിൽ. അപ്പോൾ അത് മെത്തേഡ്സ് ആണ്, അതൊന്നും പേറ്റൻറ്റബിൾ അല്ല. ദെൻ കംസ് ട്രഡീഷണൽ നോളജ്. ട്രഡീഷണൽ നോളജിൻ്റെ നമ്മളുടെ ഇന്ത്യ ഈസ് എ ഹ്യൂജ് റിസോഴ്സ് ഓഫ് ട്രഡീഷണൽ നോളജ്. നമ്മളുടെ ട്രഡീഷണൽ നോളജ് പോലെ ഇത്രയും ട്രഡീഷണൽ നോളജ് ഉള്ള വേറെ രാജ്യമില്ല എന്നാണ് പറയുന്നത്. ദെർ വാസ് ദിസ് കേസ് വേർ I hope many of you might be aware, ഈ ഒരു മഞ്ഞളുടെ ഒരു കേസ് ഉണ്ടായിരുന്നു. US മഞ്ഞളുടെ ഹീലിംഗ് പ്രോപ്പർട്ടി ഇല്ലേ, വൂണ്ട് ഹീൽ ചെയ്യാനുള്ള ടേമറിക്കിൻ്റെ വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടി, അത് പേറ്റൻറ്റ് ചെയ്തു. വാട്ട് ഡു യു തിങ്ക് ഓഫ് ഇറ്റ്? നമ്മൾക്ക് കാലാകാലങ്ങളായിട്ട് നമ്മൾ മുത്തശ്ശിമാരും ഗവൺമെൻറ് എന്ത് ചെയ്തു, അത് ചലഞ്ച് ചെയ്തു. ആൻഡ് വി ഫൈൻഡ് കാളിയോലകളും ഗ്രന്ഥങ്ങളൊക്കെ കൊണ്ട് നമ്മൾ എവിഡൻസ് ആയിട്ട് കാണിച്ചു. ദിസ് ഹാസ് ബീൻ യൂസ്ഡ് ബൈ അവർ ആൻസിസ്റ്റേഴ്സ് ഫ്രം ഏർലി ടൈംസ് ആൻഡ് ദിസ് കനോട്ട് ബി പേറ്റന്റബിൾ. ദിസ് ഇസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ ദ പ്രയർ ആർട്ട്, നേരത്തെ പറഞ്ഞ പോലെ. ഓൾറൈറ്റ്, ട്രഡീഷണൽ നോളജ് ഇസ് നോട്ട് പേറ്റന്റബിൾ. General information for inventors. ഇതൊക്കെയാണ് നിങ്ങളൊരു ഇൻവെൻറ്റർ ആണെങ്കിൽ ദീസ് ആർ ദ തിങ്സ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഫസ്റ്റ് വൺ ഇസ് ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് യുവർ റിസർച്ച് വർക്ക്. നിങ്ങളുടെ റിസർച്ച് വർക്കിൻ്റെ റെക്കോർഡ് കറക്റ്റായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക. അതിൻ്റെ ഗുണം എപ്പോഴാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലെയിം ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഗുണം മനസ്സിലാവുക. അതായത് നിങ്ങൾ പേറ്റൻറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ പേറ്റന്റ് ഏജൻസ് ഉണ്ടാവും, പേറ്റന്റ് സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ദിൽ ഹെൽപ്പ് യു ടു ഡ്രാഫ്റ്റ് ഇറ്റ്. ഇറ്റ് ബിക്കംസ് their job becomes easier if you are maintaining a record of your research work. Then as I said earlier, do not publish your invention before filing. You have to be very careful with your invention. It has to be private. പക്ഷേ there is no objection in secret working of an innovation or a reasonable trial. നിങ്ങൾ ലാബിൽ പോയിട്ട് റീസണബിൾ ട്രയൽ ഒക്കെ നടത്തി നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ ഡു ദ എക്സ്പെരിമെൻറ്റ് ടു സീ ഇഫ് ഇറ്റ്സ് വർക്കിംഗ്. ദാറ്റ് ഹാസ് ടു ബി ഡൺ. എന്നാലല്ലേ ഇൻവെൻഷൻ എന്താ പറയുക മെറ്റീരിയലൈസ് ആവുള്ളൂ, യൂസബിൾ പ്രോട്ടോടൈപ്പിലേക്ക്. കംസ് കണ്ടക്ട് എ പേറ്റന്റ് സെർച്ച്. ഇന്നോവേഷൻ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ അബ്സ്ട്രാക്ട് ഐഡിയ എന്ന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പ്രൊഫഷണൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് യു ഹാവ് എൻ ഐഡിയ ദിസ് ഇസ് വാട്ട് യു ആർ ഗോയിങ് ടു ഇൻവെന്റ്. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവില്ലേ? അല്ല, ഞാൻ പറയുന്നത് പേറ്റന്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും? ഇനി ആരെങ്കിലും ഈ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ ഇൻഫർമേഷൻസ് ഓൾറെഡി പബ്ലിക് ഡൊമെയിനിൽ അവൈലബിൾ ആണ് എന്നാണ്. ഒന്ന്, നിങ്ങൾക്ക് പേറ്റന്റ് ഫയലിങ്ങിൻ്റെ കോസ്റ്റ് അവോയ്ഡ് ചെയ്യാം. രണ്ട്, യു ക്യാൻ വർക്ക് ഓൺ ദാറ്റ്.
പറ്റുക, ഇറ്റ് മൈറ്റ് ബി പേറ്റന്റബിൾ അല്ലേ. അപ്പൊ അത്രയും കോസ്റ്റ് then come select your patent attorney and draft specification and claims carefully. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പിന്റെ ഇമ്പോർട്ടൻസ് വരിക. റെക്കോർഡിംഗ് ദിസ് ക്യാൻ ബി ഈ പേറ്റന്റ് അറ്റോർണീസിനും അഡ്വക്കേറ്റ്സിനൊക്കെ ഈ ഡ്രാഫ്റ്റ് സ്പെസിഫിക്കേഷൻസും ക്ലെയിംസും ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ റെക്കോർഡില്ലേ, റിസർച്ച് വർക്കിൻ്റെ റെക്കോർഡ്, ദാറ്റ് കെൻ ബി വെരി ഹെൽപ്ഫുൾ. ആൻഡ് ദെൻ കംസ് കീപ് യുവർ പേറ്റന്റ് അലൈവ്. ഇറ്റ് ഹാസ് ടു ബി, അതായത് അത് യൂസ്ഫുൾ ആയിരിക്കണം. എൻഷുർ മാക്സിമം കമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷനും ഒന്ന്, അത് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കണം, ആൾക്കാരിൽ അത് എത്തണം, ആൾക്കാർ അതുകൊണ്ട് ബെനിഫിറ്റ് ചെയ്യണം, ഒരു പബ്ലിക്കിനൊരു ഉപകാരം ഉണ്ടാവണം. ആൻഡ് ഇൻ്റർനെറ്റ് എന്ത് കിട്ടണം? വെറുതെ കൊടുക്കുമോ നിങ്ങൾ ഇൻവെൻഷൻ, നിങ്ങൾ കണ്ടുപിടിച്ച സാധനം? ഇല്ല. യു നീഡ്, യു ഹാവ് inventor. All right. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേറ്റന്റ് സെർച്ച് കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു. ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ദാറ്റ് എന്ന് പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ വാട്ട് ഇസ് പേറ്റന്റ് സെർച്ചിങ്? അപ്പോൾ പേറ്റന്റ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് റിലേറ്റിംഗ് ടു പ്രയർ ആർട്ട്. പ്രയർ എന്ന് പറഞ്ഞാൽ ആസ് യു നോ ഏർലിയർ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് എന്നതാണ് അർത്ഥം. പിന്നെ ആർട്ട് എന്ന് പറഞ്ഞാൽ നോളജ്. അപ്പോൾ ഈ ഓൾറെഡി നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നോവേഷൻ്റെ നോളജ് ഓൾറെഡി പബ്ലിക് ഡൊമെയിനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഓൾറെഡി എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്ഫുൾ ആവും? പ്രയർ ആർട്ട് സെർച്ച് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ പ്രയർ ആർട്ട് സെർച്ച് ചെയ്യാൻ പറ്റും? ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേറ്റൻസ് നിങ്ങൾക്ക് നോക്കാം, സയൻറ്റിഫിക് ജേർണൽസ് എടുത്ത് നോക്കാം. ഇതൊക്കെ അറ്റോർണീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ പബ്ലിക്കേഷൻ നോക്കാം, ബുക്സ്, മാഗസീൻസ്, ആർട്ടിക്കിൾസ്, ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം. എന്തുകൊണ്ടാണ് പേറ്റന്റ് സെർച്ച് ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഇസ് ടു ചെക്ക് പേറ്റന്റബിലിറ്റി. നിങ്ങളൊരു ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇൻവെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പേറ്റന്റബിലിറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആൻഡ് യു ക്യാൻ ഓൾറെഡി വർക്ക് ഓൺ ദാറ്റ് ആൻഡ് സോ ഇൻ ടേൺ ആൻഡ് എഫേർട്ട് ആൻഡ് ടൈം. അപ്പോൾ അതിനാണ് ഫസ്റ്റ് ചെക്ക് പേറ്റന്റബിലിറ്റി. നിങ്ങളുടെ പെർട്ടിക്കുലർ വർക്ക് പേറ്റന്റബിൾ ആണോ എന്ന് നോക്കാനായിട്ട് നിങ്ങൾക്ക് പ്രയർ ആർട്ട് സെർച്ച് പെർഫോം ചെയ്യാം. പിന്നെ ഐഡന്റിറ്റി, ഇപ്പം നിങ്ങൾ ഒരു ചെയർ ആണ് ഫോർ എക്സാമ്പിൾ, ആൾക്കാർ ഇരിക്കാൻ പറ്റും ചെയറിലിരുന്ന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ പ്രോബ്ലംസ് ഒക്കെ അഡ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നോവേഷൻസും പ്രോസസ്സസും ഒക്കെ നടത്തണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ യുവർ പേറ്റന്റ് ആപ്ലിക്കേഷൻ വിൽ ബി ചെക്ക് ചെയ്യാൻ. ഇത് യൂഷ്വലി ചെയ്യുന്നത് ആരാന്ന് അറിയോ? കമ്പനീസ് ആണ് ചെയ്യുക. കമ്പനീസ് ഒരു പെർട്ടിക്കുലർ ടെക്നോളജി ലോഞ്ച് ചെയ്യാൻ ദർ പ്ലാനിങ് ടു ലോഞ്ച് എ പെർട്ടിക്കുലർ ടെക്നോളജി. അപ്പം അവർക്ക് ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പേറ്റന്റ് ഇൻഫ്രിഞ്ച് ആകുമോയെന്ന് ഇവർക്ക് അറിയണം. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പേറ്റന്റ് ഇൻഫ്രിഞ്ച് ആയി കഴിഞ്ഞാൽ ഇവർ നടക്കണം, അതിൻ്റെ കോസ്റ്റ്, അത് ഇത് കോമ്പൻസേഷൻ. ഇൻഫ്രിഞ്ച്മെന്റ് ചെക്ക് ചെയ്താൽ അവർക്ക് എന്താണ്, അവർക്കതൊരു ഇൻഫ്രിഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ടെക്നോളജിയോ മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിൽ നിന്ന് അവർക്ക് പ്രിവെൻറ്റ് ചെയ്യാം. പിന്നെ പോർട്ട്ഫോളിയോ, ഇപ്പം ഞാനൊരു കമ്പനി നടത്തുകയാണ്, അപ്പോൾ ഞാൻ കോമ്പറ്റീറ്റേഴ്സിന് പേറ്റന്റബിലിറ്റി സെർച്ച് നടത്തിയിട്ട് അവർക്ക് എന്തൊക്കെ പേറ്റൻസ് ഉണ്ട്, അവർക്ക് എന്തൊക്കെ ടെക്നോളജീസ് ഉണ്ട്, പേറ്റന്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട്, എന്തൊക്കെയാണ് അവരുടെ സ്ട്രെങ്ത് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവരായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു
information ഇതൊരു കേസാണ്. പ്രയർ ആർട്ട് സെർച്ചസിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു കേസാണ് കാൾ ക്രോയർ കേസ് എന്ന് പറയുന്നത്. ഈ കാൾ ക്രോയർ എന്ന് പറയുന്നത് ഒരു ഡാനിഷ് ഇൻവെൻറ്റർ ആയിരുന്നു. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പണ്ട് ചെമ്മരിയാട് അവരെ കൊണ്ടുവന്ന ഫ്രീറ്റ് ഉണ്ട്, ഈ ഷിപ്പുണ്ട്. ആ ഷിപ്പ് കുവൈറ്റിലെ ഒരു കടലിൻ്റെ പോർട്ടിൽ വെച്ചിട്ട് അത് സിങ്ക് ചെയ്ത് താഴത്തേക്ക് പോയിട്ട് അതിലുള്ള ഷീപ്പെല്ലാം സിങ്ക് ചെയ്ത് these sheep started dying and they started decomposing and ഈ water body polluted ആവാൻ തുടങ്ങി. ഷിപ്പ് അപ്പ് എന്നാലേ ഈ കണ്ടാമിനേഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആരിത് ഈ സിങ്ക് ചെയ്ത ഷിപ്പ് ആരിത് മേളിലേക്ക് കൊണ്ടുവന്ന് ഈ കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പം കാൾ ക്രോയർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോൾസ് ഒക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ടെക്നോളജി ഇല്ലേ, അതിന് ആ പറയുന്ന ഇതാണ് സയന്റിഫിക് പ്രിൻസിപ്പിൾ. ഒരു പൈപ്പ് വഴി ഈ മേളിലേക്ക് ഒരു ഷിപ്പ് കൊണ്ടുവന്ന് ഈ മേളത്തെ ഷിപ്പിൽ നിന്ന് താഴത്തെ ഷിപ്പിലേക്ക് ഒരു പൈപ്പ് വഴി മില്യൺസ് ഓഫ് പ്ലാസ്റ്റിക് ഇട്ട് കൊടുത്തു. മില്യൺസ് ഓഫ് പ്ലാസ്റ്റിക് ബോൾസ് കൊടുത്തപ്പോൾ ഈ ഒരു ഷിപ്പ് എന്തായി? That is how he solved this problem. ഒരു കണ്ടുപിടുത്താണല്ലോ. ഞാനില്ലായിരുന്നെങ്കിൽ ഈ സിങ്കിങ് ഷിപ്പ് എങ്ങനെ മുമ്പോട്ട് വരും, എങ്ങനെ പൊങ്ങി വരുമായിരുന്നു? ഈ ഒരു ടെക്നോളജി ഞാൻ കണ്ടുപിടിച്ചൊരു ടെക്നോളജി അല്ലേ, അപ്പോൾ ഞാൻ പോയി പേറ്റന്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു പുള്ളി. അങ്ങനെ പുള്ളി ഡച്ച് പേറ്റന്റ് ഓഫീസിൽ പോയിട്ട് പേറ്റന്റിന് അപ്ലൈ ചെയ്തു. പേറ്റന്റിന് അപ്ലൈ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പണ്ട് 1949 ഡൊണാൾഡ് ഡക്ക് സ്റ്റോറിയുടെ ഒരു കോമിക്കിൻ്റെ ഡൊണാൾഡ് ഡക്ക് അവരുടെ ഷിപ്പ് സിങ്ക് ആയപ്പോൾ ഈ പിങ് പോങ് അത് യൂസ് ചെയ്തിട്ട്, ഈ കണ്ടോ ആ പിക്ചർ കാണുന്നുണ്ടോ നിങ്ങൾ? ഓൾറെഡി പ്രയർ ആർട്ട് ഉണ്ട്. അതായത് ദിസ് ഇസ് നോട്ട് 1949 ഡൊണാൾഡ് ഡക്ക് കണ്ടുപിടിച്ച കാര്യമാണോ ഇത്ര വലിയ കാര്യം? ഇതൊന്നും പേറ്റന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഡച്ച് പേറ്റന്റ് ഓഫീസ് എന്ത് ചെയ്തു? പേറ്റന്റ് കൊടുത്തില്ല. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രയർ ആർട്ട് സെർച്ച്. മനസ്സിലായോ? അപ്പം എനിവേർ ആരെങ്കിലും എവിടെയെങ്കിലും എങ്ങനെ അതെനിക്ക് ഉറപ്പാണ്. കാരണം എല്ലാവരുടെയും ക്ലാസ് എടുത്ത് പോകുമ്പോൾ ഈ കേസ് ഒഴിച്ച് ബാക്കിയെല്ലാം എല്ലാവരും മറക്കാറുണ്ട്, ഈ കേസ് മറക്കാറില്ല. Basis where you can what you need for a search, only search ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഫ്യൂ ഡേറ്റാബേസസ് നമുക്ക് ഫ്രീ ഓപ്പൺ സോഴ്സ് ഡേറ്റാബേസ് ഉണ്ട്. ഗൂഗിൾ പേറ്റന്റ് ലെൻസ് ഒന്നും ഫ്രീ പേറ്റൻസ് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേറ്റന്റ്, പിന്നെ കുറേ കീവേഡ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം പേറ്റൻസും പ്രയർ പേറ്റൻസ് ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഗവൺമെൻറ് ബോഡി, ഓരോ കൺട്രീസിനും അവരുടേതായ ഗവൺമെൻറ് ബോഡീസിന് പേറ്റന്റ് ഡേറ്റാബേസ് ഉണ്ട്. അതാണ് ഈ സ്പേസ് നെറ്റ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ്റെ ഡേറ്റാബേസ് ആണ്. പിന്നെ USPTO ൻ്റെ പേറ്റന്റാണ്. ഇൻപാസ് ഇന്ത്യയുടെ ഡേറ്റാബേസ് ആണ്. അപ്പോൾ ഇത്രയും ഡേറ്റാബേസസ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ. പിന്നെ വരുന്നത് പെയ്ഡ് ഡേറ്റാബേസ് ആണ്. നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ചെയ്യുന്ന ഡേറ്റാബേസസ് ഉണ്ട്. അത് യൂഷ്വലി ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യാനായിട്ട്, നിങ്ങളെ പേറ്റന്റ് ഫയലിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് അറിയാം എന്ത് കീവേഡ് ഇട്ടാലാണ് ഈ പെർട്ടിക്കുലർ ഇൻവെൻഷൻ്റെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെൻഷൻസ് വരിക, സെർച്ച് പുൾ ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ റിസൾട്ട് പുൾ ഔട്ട് ചെയ്യാന്ന് അവർക്കറിയാം. അപ്പോൾ ഇതാണ് കുറച്ച് പെയ്ഡ് ഡേറ്റാബേസസ്, ക്വസ്റ്റൽ ഓർബിറ്റ്, ടാസ്റ്റിയർ എക്സെട്ര, അങ്ങനെ കുറച്ച്
ഡേറ്റാബേസസ് ഉണ്ട്. ഓക്കെ, ഫയലിംഗ് പ്രൊസീജിയറാണ്. ഞാനിത് ഓൾറെഡി കുറച്ച് ഇൻഫർമേഷൻ തന്നു. ബെസ്റ്റ് നിങ്ങൾ എപ്പോഴും പ്രൊവിഷണൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണതാണ് ബെസ്റ്റ്. പ്രയോറിറ്റി പീരീഡ്, അതായത് നിങ്ങളുടെ ഫയലിംഗ് ഡേറ്റ് തൊട്ടിട്ടാണല്ലോ നിങ്ങൾക്ക്, അല്ലാതെ നിങ്ങൾ കണ്ടുപിടിച്ച ദിവസം തൊട്ടിട്ട് എല്ലാ പ്രൊട്ടക്ഷൻ കിട്ടുകയെന്ന് ഞാൻ helps what provisional application basically helps establish the identity of the invention and register the earliest ownership. നിങ്ങളാണ് അതിൻ്റെ ഓണർ എന്ന് അതിൽ നമുക്ക് നിങ്ങളുടെ നേച്ചർ ഓഫ് ഇൻവെൻഷനെ ഡിസ്ക്ലോസ് ചെയ്യുക. എല്ലാ എസെൻഷ്യൽ ഫീച്ചേഴ്സും ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില ഓപ്ഷണൽ ഫീച്ചേഴ്സ് മാത്രം നിങ്ങൾ പ്രൊവിഷണൽ ആപ്ലിക്കേഷനിൽ 1 ഇയറിനുള്ളിൽ നിങ്ങൾ എന്ത് ഫയൽ ചെയ്യണം. 1 ഇയർ കാര്യങ്ങൾ ഉണ്ടാവണം. ദർ ഷുഡ് ബി യുവർ ടൈറ്റിൽ ഓഫ് ഇൻവെൻഷൻ. നിങ്ങളുടെ ഇൻവെൻഷൻ്റെ ടൈറ്റിൽ എന്താണ്, ടെക്നിക്കൽ ഫീൽഡ്, ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിലാണോ, എഞ്ചിനീയറിംഗിലാണോ, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലാണോ, ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡ് മെൻഷൻ ചെയ്യണം. എന്താണ്, വാട്ട് മെയ്ഡ് യു മേക്ക് ദിസ് പ്രോഡക്റ്റ്, ഡെവലപ്പ് ദിസ് ഒരു പെർട്ടിക്കുലർ ടെക്നോളജി കണ്ടുപിടിച്ചു. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ഫടികത്തിൽ മറ്റേ ബെല്ലടിക്കുന്ന കൈ കണ്ടിട്ടില്ലേ, അത് മോഹൻലാൽ കണ്ടുപിടിച്ച ഒരു ഇന്നോവേഷനാണ്. പക്ഷെ അത് പേറ്റന്റ് ഓഫീസറിന് കൺവിൻസ് ചെയ്യും. വളരെ ന്യൂ ആണ്, ഇതിനൊരു എക്സ്റ്റേണൽ മാനുവൽ ഫോഴ്സിന്റെ ആവശ്യമില്ലാണ്ട് തന്നെ ഇത് തന്നെ പെർഫോം ചെയ്യും. ചെന്നൈയിലാണ് നമ്മുടെ പേറ്റന്റ് ഓഫീസ് നിൽക്കുക. മോഹൻലാൽ എന്ത് ചെയ്യും, ഇതും കൊണ്ട് ഇതിന്റെ പാർട്സ്, ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്, എ കൺവേർട്ട് ചെയ്ത് ഇതിലേക്ക് പോകുമ്പോൾ ഇതിന് ഇത്രയും വാട്ട്സ് കൊടുക്കുമ്പോൾ അത് ഡിസ്ക്രിപ്ഷനിലൂടെയും ആരെ എക്സ്പ്ലെയിൻ ചെയ്യണമോ അതാണ് ഡ്രോയിങ്സിന്റെ ഇമ്പോർട്ടൻസ് പേറ്റന്റിൽ. പിന്നെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇൻവെൻഷൻ, ഡ്രോയിങ്സ് ഓർ എക്സാമ്പിൾസ് കൊടുക്കാം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഏത് പവറിലാണ് ഇത് വർക്ക് ചെയ്യുക, ഏത് ഇതിലാണ് വർക്ക് ചെയ്യുക, എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഫിസിക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആയിരുന്നെങ്കിൽ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം, സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യണം, ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. മനസ്സിലായോ? അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ഒരു ടെക്നോളജി കണ്ടുപിടിച്ചു. ഫോർ എക്സാമ്പിൾ ഈ ബെല്ല് തന്നെ പറയുകയാണെങ്കിൽ പലതരം വാട്ടിൽ ഇത് വർക്ക് ചെയ്യും. സ്പെസിഫൈ ചെയ്യണം. പിന്നെ ക്ലെയിംസ്, നിങ്ങളിപ്പോൾ ഡിസ്ക്രിപ്ഷനും ഡ്രോയിങ്സും അതിൻ്റെ പാർട്സും അതിൻ്റെ അതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നും അതിൻ്റെ ഫിസിക്സും എല്ലാം അതിൻ്റെ താഴെ വീല് കറങ്ങുന്ന രീതി ക്ലെയിം ചെയ്യുന്നത്. അതാണ് ക്ലെയിംസിൽ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാണ്, ഈ പ്രോബ്ലമാണ്
സോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു 200 ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? പ്രൊവിഷണൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞ് 1 ഇയർ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഫയൽ ചെയ്യുന്നതുകൊണ്ട് ആണ് ആ ഒരു ഫയലിങ്ങിന്റെ പ്രോസസ്സ്. ഫസ്റ്റ് നമ്മളൊരു പ്രൊവിഷണൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ 1 ഇയറിനുള്ളിൽ ഫയൽ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പേറ്റന്റ് ഓഫീസ് 18 മാസത്തിനുള്ളിൽ ഈ നിങ്ങളുടെ ഇൻവെൻഷൻ പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്യണ സമയത്ത് നമുക്ക് തേർഡ് പാർട്ടി പ്രീ ഗ്രാൻഡ് ഓപ്പോസ്, അതായത് പേറ്റന്റ് ഗ്രാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ആർക്ക് വേണമെങ്കിലും ഒപ്പോസ് ചെയ്യാം ഈ സാധനം. അപ്പം എനിബഡി ക്യാൻ ഒപ്പോസ്, ക്യാൻ ബി പ്രീ ഗ്രാൻഡ് ഓപ്പോസിഷൻ. അത് കഴിഞ്ഞ് നിങ്ങൾ റിക്വസ്റ്റ് ഫോർ എക്സാമിനേഷൻ, ഇപ്പോഴും ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഫയൽ എ റിക്വസ്റ്റ് ഫോർ എക്സാമിനേഷൻ എടുക്കുന്നത് നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ മാത്രമാണ്. അവർ സ്വമേധയാ അത് എടുക്കത്തില്ല. അവർ നമ്മൾ പറയണം, റിക്വസ്റ്റ് ഫയൽ ചെയ്യണം, നമ്മളുടെ പേറ്റന്റ് ആപ്ലിക്കേഷൻ എക്സാമിനേഷൻ എടുക്കുമെന്ന് ചോദിച്ചിട്ട് നമ്മൾ പേറ്റന്റ് റിക്വസ്റ്റ് ഫയൽ ചെയ്താൽ മാത്രമേ അത് എക്സാമിനേഷൻ എടുക്കുള്ളൂ. അപ്പോൾ എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു FER റിപ്പോർട്ട് വരും, അതായത് ഫസ്റ്റ് എക്സാമിനേഷൻ റിപ്പോർട്ട് വരും. അതിൽ അവർ കുറച്ച് കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ്, ലോ അനുസരിച്ച് നിങ്ങൾ ഇത് കംപ്ലൈൻ ചെയ്തിട്ടില്ല, ഈ പെർട്ടിക്കുലർ സെക്ഷൻ അനുസരിച്ച് ഇത് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ ഒബ്ജെക്ഷൻസ് വരും. ആ ഒബ്ജെക്ഷൻസ് ഡ്രാഫ്റ്റ് ചെയ്യും. അത് അറ്റോർണീസ് ആണ് ചെയ്യുക. ആ ഒബ്ജെക്ഷന് ഒരു കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു റെസ്പോൺസ് ഡ്രാഫ്റ്റ് ചെയ്ത് ആ റെസ്പോൺസ് തിരിച്ച് എക്സാമിനർക്ക് പോയിട്ട് എക്സാമിനർ അത് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ എക്സാമിനർ എന്ത് ചെയ്യും? പേറ്റന്റ് ഗ്രാൻഡ് ചെയ്യും. ഇനി ഒബ്ജെക്ഷൻ വീണ്ടും കംപ്ലൈൻസ് ശരിയായില്ല, നിങ്ങളുടെ എക്സാമിനേഷൻ റിപ്പോർട്ട് സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി പോസ്റ്റ് സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ റിജക്റ്റഡ് ആവും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രാൻറ്റഡ് പേറ്റന്റ്. രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഇയർ പീരീഡ് ഉണ്ട്. ആ 1 ഇയർ പീരീഡിൽ പിന്നെ തൊടാൻ പറ്റില്ല നമ്മുടെ ഇൻവെൻഷൻ, നമ്മുടെ ആണ്. നോബഡി ക്യാൻ ക്ലെയിം. വരുവാണെങ്കിൽ നോ, യു ഹാഡ് ടൈം. പോസ്റ്റ് ഗ്രാൻഡ് പീരിയഡ്, ആ പീരീഡിലൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? ഒപ്പോസ് ചെയ്യാൻ പേറ്റന്റ് ഓണർ ആരാണ്? പേറ്റന്റ് ഫയലിംഗ് തൊട്ടിട്ടാണ് നമുക്ക് ടേം സ്റ്റാർട്ട് ചെയ്യുക. 20 ഇയേഴ്സ് ആണ് ആ പേറ്റന്റിന്റെ കാലാവധി. 20 ഇയേഴ്സിലേക്ക് ആ എക്സ്ക്ലൂസീവ്, ഞാൻ ആർക്കും ഇല്ല. യു ക്യാൻ ലൈസൻസ് ഇറ്റ്. അത് അവരുടെ ബോഡി ഓഫ് നോളജ് ഇൻക്രീസ് ആവാണ് ഒക്കെ ഉണ്ട്. ഓരോ എല്ലാ ഇൻവെൻഷന്റെയും ഒരു കോമൺ
പേറ്റൻസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെയാണിത്. ഫസ്റ്റ് വൺ ഇസ് എക്സ്ക്ലൂസീവ് റൈറ്റ്സ്. എക്സ്ക്ലൂസീവ് റൈറ്റ് റൈറ്റ്സാണ് ഞാൻ പറഞ്ഞത്. പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റൈറ്റ്, സെല് ചെയ്യാനുള്ള റൈറ്റ്, യൂസ് ചെയ്യാനുള്ള റൈറ്റ്, ഇമ്പോർട്ട് ചെയ്യാനുള്ള റൈറ്റ്, ലൈസൻസ് ചെയ്യാനുള്ള റൈറ്റ്, ഇതെല്ലാം ആർക്കാണ്? ഇന്നോവേറ്റർക്കാണ്, ഇൻവെൻറ്റർക്കാണ്. പിന്നെ സ്ട്രോങ് മാർക്കറ്റ് മാത്രമേ ആ ടെക്നോളജി യൂസ് ചെയ്ത് അവർ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ മേലിൽ ഹയർ റിട്ടേൺസ് കിട്ടും. ബിക്കോസ് നോബഡി എൽസ് ഇസ് യൂസിങ് ഇറ്റ്. ഹയർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ്. പിന്നെ ഓപ്പർച്യൂണിറ്റി ടു ലൈസൻസ് ഓർ സെൽ ദ ഇൻവെൻഷൻ. സോ ഇഫ് യു ആർ എ ബിഗിനർ ഹു കനോട്ട് പ്രൊഡക്ഷൻ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു ലാർജ് സ്കെയിലിൽ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് നിങ്ങൾ ഫുൾ ഫിസിക്സ് ഇതൊക്കെ, പക്ഷേ യു ആർ എ സ്റ്റുഡൻറ്റ്, യു ഡോണ്ട് ഹാവ് ദ മണി. അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഫണ്ട് ചെയ്യാനുള്ള എന്താ പറയുക എക്സ്പെൻസ് എടുക്കാനുള്ള കപ്പാസിറ്റി എങ്ങനെ യൂസ് ചെയ്യും, എങ്ങനെ കമേഴ്ഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യും, 20 പേറ്റന്റ് ഞാനിത് എങ്ങനെ കമേഴ്ഷ്യലൈസ് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കാതെ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ആണ് പേറ്റന്റഡ്. പേറ്റന്റ് എടുത്ത് പേറ്റന്റ് ഓൾറൈറ്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ കമ്പനീസ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് ഉള്ള കമ്പനീസ് അല്ലെങ്കിൽ ചില പേറ്റൻസ് ലൈസൻസ് ചെയ്ത ഇവർക്ക് മാത്രം ലൈസൻസ് ചെയ്ത കമ്പനീസിനാണ് ഏജ് നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് വില്, റെപ്യൂട്ടേഷൻ, അതൊക്കെ അവർക്ക് ഒരു പോസിറ്റീവ് ഇമേജ് ആണ്. പേറ്റന്റ് നിങ്ങൾ പേറ്റന്റ് ചെയ്തില്ലെങ്കിൽ എങ്കിലും പോയി പേറ്റന്റ് ചെയ്യും. എന്താ നിങ്ങളൊരു മേജർ ഐഡിയ എപ്പം എങ്ങനെ ഉണ്ടാവും? ഇഷ്ടപ്പെടുമോ നിങ്ങൾക്ക്? ആദ്യം പോയി പേറ്റന്റ് ഫയൽ. യു ഹാവ് ടു ബി ദ വൺ ഹു ഷുഡ് ബി ഫയൽ, nobody else should be. അപ്പം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും പോയി ചെയ്യും. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് കുറച്ച്. ഇറ്റ് എൻകറേജസ് ഇന്നോവേഷൻ, ഇൻക്രീസസ് ടെക്നോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. അതായത് നിങ്ങൾ എല്ലാ പ്രാവശ്യവും സംബഡി ഈസ് ഇൻവെൻറ്റിങ് സംതിങ് ഓർ സംബഡി ഈസ് ക്രിയേറ്റിംഗ് സംതിങ്, അത് ഇവിടെ കോപ്പിറൈറ്റ് ആണെങ്കിലും ക്രിയേറ്റീവ് ഫീൽഡ് ആണെങ്കിലും എന്താണെങ്കിലും എന്താ നമ്മളുടെ ഒരു കളക്റ്റീവ് ഞാനിങ്ങനെ കറങ്ങിയ കാറ്റിൻ്റെ സ്പീഡ് കൂടും അല്ലേ? വേസ്റ്റ് ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു, ഈ പുക പുറത്ത് വരാതെ പൊല്യൂഷൻ ഇല്ലാതെ വേസ്റ്റ് കത്തിക്കാനുള്ള ഒരു സംഭവം ആരോ പേറ്റന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അപ്പം ഇങ്ങനെയും ആൾക്കാരുടെ അറിവും ഇൻക്രീസ് ചെയ്യാണ് അതിനനുസരിച്ച്. ബോഡി ഓഫ് നോളജ് അല്ലേ? നമ്മൾക്ക് ആദ്യം പറഞ്ഞു ഒരു മരത്തടി എടുത്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഈസി ആവും. അത് ഒന്നും കൂടെ മോഡിഫൈ ചെയ്താൽ ഒന്നും കൂടി സ്പീഡാവും. പിന്നെ അതിനെങ്ങനെ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, പിന്നെ അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും, ഇലക്ട്രിസിറ്റി വഴി എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും,
കറണ്ട് വഴി അങ്ങനെ ഓരോ എന്താ പറയുക ആ ഒരു ബോഡി ഓഫ് നോളജ് ആ ഒരു ഫീൽഡിൽ വാട്ട് ഇൻവെന്റേഴ്സ് ഡസ് ടു ദ സൊസൈറ്റി ഓർ പറഞ്ഞില്ലേ പ്രയർ ആർട്ട് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ എന്നിട്ട് നിങ്ങൾ അത് ഓൾറെഡി അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സാധനത്തിന്റെ മേലിൽ പേറ്റന്റ് സെർച്ച് ബേസിക്കലി അതാണ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് യു ടു വർക്ക് അറൗണ്ട് സെർച്ച് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പുതിയ ഇതുവരെ കണ്ടുപിടിക്കാൻ സഹായിക്കും. ആൻഡ് ആസ് ഐ സെഡ് ഏർലിയർ ഇറ്റ് ലൈസൻസ് patented technology or create innovative startups to commercialize. ഞാൻ പറഞ്ഞില്ലേ കമേഴ്ഷ്യലൈസ് ചെയ്യാൻ സ്റ്റാർട്ടപ്സിന് കമേഴ്ഷ്യലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? പേറ്റന്റ് സെർച്ചിങ്ങും പേറ്റന്റ് ഫയലിംഗും ആണ്. പേറ്റന്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കമ്പനിക്ക് പോയിട്ട് എനിക്ക് ഇതിന് പേറ്റന്റ് ഉണ്ട്, എനിക്ക് ഐ വോണ്ട് ടു കമേഴ്ഷ്യലൈസ് ദിസ്, കെൻ യു പേ ദിസ് മച്ച് സം ഫോർ മീ, ഐ ഗിവ് sell this, I license this technology to you, but I am the inventor of this. You can products or improve whatever business you are doing. അങ്ങനെ പറഞ്ഞിട്ട് അത് ഒരു കാര്യമാണ് കൊളാബറേഷൻ ആൻഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ അക്കാഡമി ആൻഡ് ഇൻഡസ്ട്രി. നമുക്കറിയാം അക്കാഡമിക്സിൻ്റെ ഭാഗമായിട്ട് PhD സ്കോളേഴ്സ് ആണെങ്കിലും എല്ലാ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും ഇവർക്ക് ഇവരുടെ ഇൻവെൻഷൻ സ്റ്റോപ്സ് as soon as they find something, they find a result. ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു സംഭവമാണ് പേറ്റന്റബിൾ ആണ്. അവർക്കാണെങ്കിൽ അത് കമേഴ്ഷ്യലൈസ് with industries who wants to അവരുടെ സ്പെസിഫിക് റിക്വയർമെന്റ്സിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഇറ്റ് ക്യാൻ ഈവൻ അല്ലേ നാഷണൽ ഗ്രൂപ്പിൽ നമ്മുടെ ഇൻക്രീസ് ആവും. ലൈസൻസിങ്ങും ടെക്നോളജി ട്രാൻസ്ഫറും. അതായത് ലൈസൻസിങ് ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ പ്രോഡക്റ്റ് എനിക്ക് ലൈസൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ കമ്പനി ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ടെക്നോളജി കണ്ടുപിടിച്ചു, പക്ഷെ അത് വർക്ക് ചെയ്യുന്ന അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫീൽഡിലല്ല എന്ന് വിചാരിക്കുക. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്കാണ് അത് ഉപകാരപ്പെടുകയെങ്കിൽ ഈ ടെക്നോളജി That was all about my session. Questions? Any questions? Doubts? Anything? Number ഞാൻ ഇവിടെ കൊടുത്തിട്ട് പോകാം. You can contact me any time. എന്തെങ്കിലും trademark registration or എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ you please feel free to call. ഒരു ക്വസ്റ്റ്യനും ഇല്ല.
like to thank all the members of not the least Mr.